garden. Okay, you got it right. So I'll give you something which are similar to English. And can you see my screen? Yes, clear. Arm. English, sorry, arm. Their arm. Poor man എന്ന് പറയൂലേ, poor, he's poor. Their arm. Same ആണ്, same spelling ആണ്, but spelling a little difference. Okay, book. Arm എന്ന് പറഞ്ഞാൽ poor എന്നാണ്, poor. Their arm എന്ന് വെച്ചാൽ poor man. Same sounds ആണ്, meaning different. Meaning different ആണ്. പക്ഷെ ആ ദറും ദസ്സും ഒന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. Don't mind it. I just listen. കേൾക്കുക. അതാണ് നമ്മൾ കേട്ട് പഠിക്കാൻ പോവാണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ we are making our dreams come true. അല്ലേ? അങ്ങനെയാണ്. ബുക്ക്. സാർ അത് എഴുതിയേക്കണോ ഈ വേർഡുകൾ? ഇതൊന്നും എഴുതിയേക്കണ്ട, ജസ്റ്റ് ലിസണിങ് പർപ്പസ്. ബുക്ക്. Das Buch. Finger. Der Finger. House. Das Haus. Correct ആണ് അതന്നെ. Hand. The hand. The hand. Just listen. Okay. വേണമെങ്കിൽ നിങ്ങൾ you can repeat after me. Man. Der Mann. Mother. The Mutter. Mouse. The mouse. Name. Der Name. Name അല്ല ട്ടോ, Name അല്ല, Name. Okay. Name. Sun. Der Zone. Garden. Der Garten. Lamp. The Lampe. Bush. The bush. Fire. The fire. Fish. The fish. Kindergarten. The kindergarten. Einstein. ആരാ കേട്ടില്ലേ? Scientist. What is the meaning? Einstein. Zubair sir പറഞ്ഞു. ഒറ്റക്കല്ല് എന്നർത്ഥം. One stone. Ein എന്ന് വെച്ചാൽ ഒന്ന് എന്നർത്ഥം. Stein എന്ന് വെച്ചാൽ കല്ല്. Einstein. ഒറ്റക്കല്ല്. That's all. ജസ്റ്റ് ആ സൗണ്ട് ഒന്ന് മനസ്സിലായി. കുറച്ച് എന്താണ് ഇംഗ്ലീഷും ഇതൊക്കെ ഏകദേശം സൗണ്ടുകളൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ടെങ്കിലും അതൊക്കെ ഏകദേശം ഇതാണ്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. നിങ്ങൾ ശ്രമിച്ചാൽ വായിക്കാൻ പറ്റും. അതാണ്. പിന്നെ നമ്മൾ ഗ്രാമർ എന്ന് വെച്ചാൽ it's been since our childhood, it's been quite a boring subject, right? ഇംഗ്ലീഷിലാണെങ്കിൽ പക്ഷെ നമ്മൾ അങ്ങനെ ഇംഗ്ലീഷിന്റെ അത്ര ഗ്രാമർ, they are very particular about grammar and time. Germans അവരൊരു മീറ്റിംഗ് 11:30 പറഞ്ഞാൽ എക്സാക്ട് 11:30 അവരുണ്ടാവും. മുമ്പും ഉണ്ടാവില്ല, പിന്നും അല്ല, അവർ എക്സാക്ട്ലി അവിടെ ഉണ്ടാവും ആ ടൈമിന്. ഒരുപാട് മീറ്റിംഗ് നമുക്ക് പങ്കെടുക്കുന്നതാണ്, നമുക്കറിയാം, എക്സാക്ട് ടൈമിംഗ് ആണ്. പിന്നെ ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യുന്നതിൽ നമുക്ക് ജർമ്മൻ കൾച്ചർ ഇസ് ഡിഫറെന്റ്. ആ കൾച്ചറും കൂടിയാണല്ലോ, ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ഇന്റർകണക്റ്റഡ്, റൈറ്റ്? സോ അവർ വളരെ പെർട്ടിക്കുലർ ആണ്, വളരെ സ്പെസിഫിക് അബൌട്ട് ദ ഗ്രാമർ. സോ ഗ്രാമർ പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും ഗ്രാമറിനെ പേടിച്ചിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും ടേക്ക് യുവർ അറ്റൻഷൻ ബാക്ക് ടു ദ ചൈൽഡ്. കുട്ടിയിലേക്ക് വീണ്ടും ശ്രദ്ധ. കുട്ടി എങ്ങനെയാണോ ഒരു ലാംഗ്വേജ് പഠിക്കുന്നത്, ആ ഒരു സമയത്ത് കേട്ട് ഗ്രാമർ പഠിച്ചിട്ടല്ല, ഗ്രാമർ അതിനോട് കോൺഷ്യസ് ആയിട്ടല്ല കുട്ടി പഠിക്കുന്നത്, അത് കേട്ട് കണ്ടും കേട്ടുമാണ് എന്താവുന്നത് കുട്ടി പഠിക്കുന്നത്. അതുപോലെയാണ് നമ്മൾ. പക്ഷെ ഇത് എന്താണ്, നമുക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഗ്രാമർ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അങ്ങനെ എടുത്ത് പോയാൽ മതി. പക്ഷെ ഇതൊരു ക്രാഷ് കോഴ്സ്, ഇറ്റ്സ് 60 hours കോഴ്സ്, റൈറ്റ്? സോ അതിന് ജസ്റ്റ് ടിപ്സ് വിൽ ഗിവ്, ടിപ്സ് ഓഫ് ദ ഗ്രാമർ. എന്താണ് നൗൺ എന്ന് പറഞ്ഞാൽ അറിയാലോ. ഞാൻ കൂടുതൽ ഡിസ്ക്രിപ്ഷൻ, നമ്മളെ പാർട്ടിസിപ്പേഷൻ ആവശ്യമുണ്ട് നിങ്ങൾ, അതുകൊണ്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ അധികം നീണ്ടുപോകുന്ന എനിക്ക് ഇഷ്ടമല്ല. സോ വാട്ട് ഈസ് നൗൺ? ക്യാൻ സംവൺ ടെൽ മീ? ഇംഗ്ലീഷ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇതിൽ? ഇംഗ്ലീഷ് പറയുന്നോണ്ട് ഉണ്ടെങ്കിൽ പറയണം. No problem. If you have a problem, you can
പിങ് മീ ഇൻ പേഴ്സൺ. ഓക്കെ, ജസ്റ്റ് ഗ്രൂപ്പ് പറയാൻ ഇതില്ലെങ്കിൽ അതൊക്കെ ഞാൻ ഇംഗ്ലീഷ് മലയാളത്തിൽ പറയും, ഉറപ്പായിട്ടും പറയും. എന്താണ് ഇപ്പൊ വെച്ചാൽ എനിക്കും നിങ്ങൾ ഇംഗ്ലീഷ് ഇന്നലത്തേക്ക് ഇംഗ്ലീഷ് കേട്ടിട്ട് പലരുടെയും ഇംഗ്ലീഷ് സോ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. സോ ഐ വാണ്ട് ടു ലേൺ ഫ്രം ദം ആൾസോ. സോ ഇംഗ്ലീഷ് നമുക്ക് ഒരു ഞാൻ പറഞ്ഞില്ലേ ഗിവ് ആൻഡ് ടേക്ക്. സോ ഇംഗ്ലീഷ് കേട്ടിട്ടും പിന്നെ അവരിൽ നിന്ന് കേൾക്കുമ്പോൾ മറ്റവർക്കൊക്കെ പഠിക്കുക, കുറെ കേൾക്കുമ്പോൾ പഠിക്കും, കുറച്ചെങ്കിലും ഒരു എന്തെങ്കിലും 100 വേർഡ്സ് പറഞ്ഞാൽ ഒന്നെങ്കിലും എന്താകും, അല്ലെ 100 പ്രൊനൗൺസിയേഷൻ. നമ്മളൊക്കെ എന്താണ് ഒരു സിസ്റ്റത്തിന്റെ ഇതാണ്. നമ്മൾ ഇതിലുള്ള സ്റ്റുഡൻസ് ആയിട്ടുള്ള +2 പഠിക്കുന്നവരല്ല ഞാൻ പറഞ്ഞത്, വലിയ വലിയ ആളുകൾ, എല്ലാവരും അല്ല, പല ആളുകളും. നമുക്കൊക്കെ ആ ഇംഗ്ലീഷ് നമുക്കൊക്കെ അന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അല്ല. ടീച്ചേഴ്സിന് കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് അതിന് ട്രെയിനിങ് കിട്ടിയില്ല. ആ പ്രൊനൗൺസിയേഷനാണ് നമുക്ക് ഇപ്പോഴും ഇന്റർണലൈസ് ചെയ്യപ്പെട്ടത്. നമുക്ക് ഇപ്പോഴും ടെമ്പിളാണ് അല്ലേ ഇത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ടെമ്പിളാണ്. ഇറ്റ്സ് നോട്ട് ടെമ്പിൾ, ഇറ്റ്സ് ടെമ്പിൾ, റൈറ്റ്? ടെമ്പിൾ, ടെമ്പിൾ, ഇംപോസിബിൾ. ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ, ഇറ്റ്സ് ഇംപോസിബിൾ. ദാറ്റ്സ് എന്താ ഞാൻ ഇംഗ്ലീഷിന്റെ അതിലേക്ക് വരുന്നില്ല. അപ്പോൾ നമുക്ക് അത് നമ്മളിപ്പോ ഇതിൽ നന്നായിട്ട് സംസാരിക്കുന്നവരുണ്ട് എന്ന് നമ്മൾ ഇന്നലെ അറിഞ്ഞു. അപ്പൊ അവരിത് കേൾക്കുമ്പോൾ അത് പറയുമ്പോൾ ഇതില്ല. ഇന്നൊന്നും ആദ്യമൊക്കെ ശരിക്കും ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിൽ വന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിരിക്കുമായിരുന്നു. ഇന്ന് ഇങ്ങനെയല്ല. പിന്നെ അറിയാലോ, ഇത് നമ്മൾ സംസാരിക്കുന്ന കുറെ മംഗ്ലീഷാണ്, ബംഗാളികൾ സംസാരിക്കുന്നത് ബംഗ്ലീഷാണ്. അപ്പോൾ ഓരോന്നിനും എന്താന്ന് വെച്ചാൽ എന്താ ഒരു എക്സാമ്പിൾ പറയാം. ഹൈദരാബാദികൾ എപ്പോഴും ഐ എം ഗോയിങ് ടു ജൂ എന്നാ പറയാ. ജൂ എന്നുള്ളതിന് അവർക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല പലർക്കും. ജൂ എന്നാ പറയാ, ജൂ. അത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഓരോ സ്ഥലത്തെയും ആൾക്കാരുടെ ഹിന്ദി ലാംഗ്വേജ് ആയാലും ഇംഗ്ലീഷ് ആയാലും അവരുടെ ആക്സെന്റ് ഡിഫറെന്റ് അല്ലേ? അതെ. അതുപോലെ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് സാറ് പഠിപ്പിക്കുന്ന ഈ ജർമ്മൻ ലാംഗ്വേജ് ഇത് പഠിച്ചിട്ട് ഞങ്ങൾ ആ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആക്സെന്റ് വ്യത്യാസം ഉണ്ടാവും. എന്തായിട്ടും വ്യത്യാസം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഓസ്ട്രിയയിൽ സംസാരിക്കുന്ന ജർമ്മൻ അല്ല, ജർമ്മൻ നോർത്തിൽ സംസാരിക്കുന്നത്, സൗത്ത് സംസാരിക്കുന്നതല്ല, നോർത്ത് സംസാരിക്കുന്ന ഡിഫറെന്റ്. ബട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് ഞാൻ വെറുതെ വിടുവായിത്തം പറയല്ല, ഐ ഹാവ് എക്സ്പീരിയൻസ്. ഐ ഹാവ് കം അക്രോസ് പീപ്പിൾ ഫ്രം നോർത്ത് Austria and almost all German speaking countries. So don't worry about that. With the language, with a B2 or B1, you could communicate with any of the person who knows German. So don't worry. Is that clear? Different ആണ് എന്നുള്ളതിൽ നമുക്ക് അറിയാലോ. അമേരിക്കൻ ഇംഗ്ലീഷ് ഡിഫറെന്റ് ആണ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഡിഫറെന്റ് ആണ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് ഡിഫറെന്റ് ആണ്. സച്ചിന് ഒരിക്കലും എന്താണ് ഓസ്ട്രേലിയയിൽ കളിക്കാൻ ചെന്നപ്പോൾ ഒരു ആരാധകൻ വന്നിട്ട് ഓടി വന്ന് ചോദിച്ചു, ഡു യു കം ടു ഡൈ എന്ന് ചോദിച്ചു. അപ്പൊ സച്ചിൻ പറഞ്ഞു, നോ ഐ ഡിഡ്ന്റ് കം ടു ഡൈ, ഐ കേം ടു പ്ലേ എന്ന്. ടു ഡൈ എന്നുള്ള ആ ടുഡേ എന്നുള്ള പ്രൊനൗൺസ് ചെയ്യുന്നതിന്റെ ഇന്ന് വന്നതാണോ ചോദിച്ചത്, ആ ഡൈ എന്നുള്ള മരിക്കാൻ വന്നതാണോ എന്നുള്ളത് ആണ്. നമ്മൾ അത് ഒരു കോമഡി പറയാലാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് എന്താണ് അങ്ങനെ ഡിഫറെന്റ് ആണ്. ഇപ്പോൾ നമ്മൾ പറയും, ഒരു ബംഗാളി ഒരു എക്സാമ്പിൾ പറയാറുണ്ട്, ബെങ്കിട്രാമ ബയ്യാറിയും ബാൻഡ്രിയും ബരാന്ത. എന്താ മനസ്സിലായോ? ബരാന്ത മലയാളത്തിൽ നിന്ന് പോയ ഇംഗ്ലീഷ് വേർഡ് ആണല്ലോ, അറിയാലോ അല്ലെ? വെങ്കിട്രാമ വയ്യാറിയു വാൻഡ്രിങ് വരാന്ത. ദാറ്റ്സ് വാട്ട്. സോ ആ ബ് എന്നുള്ള സൗണ്ട് അവരുടെ മലയാള ഇതിലുണ്ടാവും. അതേപോലെ തന്നെ എന്താണ് ഓരോ നാട്ടിലുള്ള ഇംഗ്ലീഷും ജർമ്മനും വ്യത്യാസമുണ്ട്. അത് ആരാണ് ചോദിച്ചത് വ്യത്യാസത്തെ പറ്റിയിട്ട്? ലീഡർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? പക്ഷെ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഞാൻ ഏകദേശം എല്ലാ ജർമ്മൻസിനോടും സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് വിശദമായിട്ട്. ഞങ്ങളെ ചില കോൾസ് 1 hour 1.5 hours വരെ നീണ്ടുപോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാതെ പോയിട്ടില്ല, ഞാൻ അവർക്ക് പറയുന്നത് മനസ്സിലാതെ പോയിട്ടില്ല. that too some technical things, so don't worry about it. അത് ഒരു വിഷയമല്ല. പക്ഷെ ആക്സെന്റ് വ്യത്യാസം ഉണ്ടാവും, ആക്സെന്റ് ഡിഫറെന്റ്. പക്ഷെ ഇംഗ്ലീഷിന്റെ അത്ര വെറൈറ്റീസ് ഉണ്ടാവില്ല എന്ന് എൻ്റെ ഒരു വിശ്വാസത്തിൽ. ഇംഗ്ലീഷ് അത്രക്ക് വെറൈറ്റീസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ബീൻ എ സെക്കൻഡ് ലാംഗ്വേജ്. സോ അത് ക്ലിയർ ആണോ? അതിൽ ഒരു ആശങ്ക വേണ്ട എന്നാണ് പറയുന്നത്.
ബോറടിക്കും ഞാൻ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു. നമ്മൾ എന്താണ് നൗണ്? ആരെങ്കിലും ഒന്ന് പെട്ടെന്ന്. Okay, names. Okay, a name of a person or an object. Okay, person of or object or thing. പേരാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, എന്താ പറയാ, അതിനെ പറ്റി അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. നൗൺസിൽ പിന്നെ വരും. എന്താണ് പ്രൊനൗൺ? Abhijit is a name, right? Abhijit is a name. Shakir is a name. Ramla is a name. Rahul is a name. So a person's name. Pronomen. That's or pronoun. Pronoun. Come before noun. The word which come before replaces. Yeah, replaces. Okay, before. എന്തിനാണ് നമ്മൾ pronoun യൂസ് ചെയ്യുന്നത്? Repetition ഒഴിവാക്കാൻ. Yes, correct, exactly. Repetition ഒഴിവാക്കാൻ. അതാണ് മെയിൻ ഉദ്ദേശം, റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ. ഇത് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുമോ? താഴെയുള്ള പ്രൊനോമൻ എന്നാ പറയാ. പ്രൊനോമൻ ജസ്റ്റ് കേട്ടത്. പ്രൊനോമൻ അത് വേണം എഴുതി വെച്ചാലോ, നിങ്ങൾക്ക് ആവശ്യം വരും. പ്രൊനോമൻ എന്താണ്? ഇതൊന്ന് നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കുമോ? Okay, almost correct ആണ്. Almost you are there. Ish. I. Do എന്ന് വേണ്ടട്ടോ, do മതി. You. RZS. air. He ആണ്. He. Ramu told me that he would come today. നമ്മൾ അത് റിപ്പീറ്റേഷൻ ഒഴിവാക്കുകയാണെങ്കിൽ he told me അങ്ങനെയാണല്ലോ പറയാം. Z means just opposite. Z, what is it? Z. She, yeah. S. It. ഇതില് ഫസ്റ്റ് പേഴ്സൺ ഏതാ? ഫസ്റ്റ് പേഴ്സൺ I, you, we എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഏതാ? ഇഷ്. I ആണല്ലോ ഫസ്റ്റ് പേഴ്സൺ. നമ്മൾ സ്വന്തം പറയുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ. പിന്നെ വേറൊരാളെ പറ്റി പറയുന്നതാണ് he, she, അതാണ് തേർഡ് പേഴ്സൺ. യു ആണ് എന്ത്? സെക്കൻഡ് പേഴ്സൺ. അതൊന്നും ആ ടെർമിനോളജിയിലേക്ക് അധികം പോകണ്ട. 3 കാറ്റഗറി ആണല്ലോ. ഫസ്റ്റ് പേഴ്സൺ ഇഷ് ആൻഡ് I and we. Third person you. No, third person RZS, that is he, she, it, and second person you. That's it. അധികം അതിലേക്ക് പോവണ്ട. Ish. Can you repeat after me? Ish. Do. Air. Z. S. Wear. ഈ W ഉണ്ടല്ലോ, W എന്നുള്ള അക്ഷരം ഇൻ ജർമ്മൻ, ഡോണ്ട് പ്രൊനൗൺസ് ഇറ്റ് ആസ് W ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ഓപ്പൺ വൊവലാണ് ഇത്. W അറിയോ? മൗത്ത് ഓപ്പൺ ആയി ഊ എന്നുള്ള സൗണ്ട് ആണല്ലോ. വാട്ട്, വേർഡ്, ആ സൗണ്ട് അല്ല. വിയ. നമ്മളെ അപ്പർ ടീത്ത് ലോവർ ലിപ്പിന് വരണം. അപ്പർ ടീത്ത് മുകളിലത്തെ പല്ല് എന്താവണം? നമ്മൾ ഉച്ചരിക്കില്ലേ? വോക്സ് വാഗൻ ഒക്കെ പറഞ്ഞില്ലേ നിങ്ങൾ? വോക്സ് വാഗൻ എന്ന് പറഞ്ഞില്ലേ നേരത്തെ? ഇംഗ്ലീഷില് വോക്സ് വാഗൻ. അതുപോലെയാണ് ജർമ്മനിൽ W ഉച്ചരിക്കുന്നത്. ഇംഗ്ലീഷിൽ വി എങ്ങനെയാണോ ഉച്ചരിക്കുന്നത് അതുപോലെയാണ് ജർമ്മനിൽ Hello.
We lost. ഹലോ Me, right? Sorry for the Sir, interruption. just on the break I put. Okay, got it. Okay, ഇത് ഒന്ന് ജസ്റ്റ് കണ്ടില്ലേ, കേട്ടില്ലേ സംഗതി, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ. വി ആർ അഗെയിൻ ഗോയിങ് ബാക്ക് ടു ദാറ്റ് അഗെയിൻ. ജസ്റ്റ് can you see now the screen? No. Yes. Yeah. Something. Or, The okay, plane. okay. Yeah. Okay. Fine. Now fine, right? Yes. Okay, again pronomen. Can you see this? Just have a look at it. Can you pronounce that Last one? 3 words? One more. Last 3 words. 3 words. Okay. Z, wear, Z. എല്ലാ സിയും എന്താണ്, ഒരേപോലെയാണ് കേട്ടോ. Okay. നിങ്ങൾ കണ്ടില്ലേ, ഒരു 3 Z കണ്ടോ? ഇതില് 3 Z കാണുന്നുണ്ടോ? One is here, the other one is they, Blue Z. color. Yeah, White the other one is Z. So pronunciation is the same, but these 2 Z, she എന്ന അർത്ഥമുള്ള സിയും they എന്ന അർത്ഥമുള്ള സിയും അത് എപ്പോഴും സ്മോൾ ലെറ്ററിൽ എഴുതുള്ളൂ. പക്ഷേ നമ്മൾ ഒരാളെ റെസ്പെക്ട് ചെയ്തിട്ട് പറയുമ്പോൾ വി ഹൈസൻസി എന്നാ പറയാ. വി ഹൈസൻസി, നിങ്ങളുടെ പേരെന്താ? ഞാനൊക്കെ പിന്നെ പറയൂട്ടോ, അതൊന്നും പേടിക്കണ്ട, കേട്ട് നെട്ടണ്ട. വി ഹൈസൻസി, പേരെന്താ നിങ്ങളുടെ? വാട്ട് ആർ യു കോൾഡ്? വി ഹൈസൻസി. സോ ഈ സി ഒക്കെ നിങ്ങളുടെ പേര് എന്ന് വെച്ചാൽ നമ്മൾ ഫോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സി ആണത്. അഥവാ യു എന്നുള്ളത് ഫോർമൽ, ഇംഗ്ലീഷിലാകെ നമുക്ക് കുറച്ചേ ഉള്ളൂ, പക്ഷെ ജർമ്മൻ അങ്ങനെയല്ല. ദു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട്സിനോട്, യു ഫോർ എ ഫ്രണ്ട്, യു ഫോർ എ ഫ്രണ്ട്. ഹൗ ആർ യു എന്ന് ചോദിക്കൂലേ നമ്മൾ ഫ്രണ്ടിനോട്? അപ്പം ചോദിക്കുമ്പം ഈ ദു ആണ് യൂസ് ചെയ്യുക. Can you hear me? Yes, sir. Okay, Yeah. do. Yes. നമ്മുടെ ഫ്രണ്ടിനോ ഇഷ് എന്തായാലും ഡൗട്ട് ഇല്ലല്ലോ. ഇഷ് ഇല്ല. ഡു എന്ന് വെച്ചാൽ നമ്മളുടെ ഇൻഫോർമൽ ആയിട്ട് നമ്മളുടെ ഫ്രണ്ട്സിനോടും ക്ലാസ്സിൽ സ്റ്റുഡൻസിനോടൊക്കെ ടീച്ചർ ചോദിക്കുന്നത് എന്തായിരിക്കും? ദു ആയിരിക്കും. പിന്നെ എർ, സി, എസ്, അതും ഡൗട്ട് ഇല്ല. എർ എന്ന് വെച്ചാൽ അവനാണ്, ഈ സ്മോൾ ലെറ്റർ സി ഉള്ളത് അവളാണ്, എസ് എന്നുള്ളത് ഇറ്റ് ആണ്. സിംഗുലർ, തേർഡ് പേഴ്സൺ സിംഗുലർ, നോ ഡൗട്ട്, റൈറ്റ്? ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം right. നിങ്ങൾ. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്യട്ടോ. ഇയർ, ഈ യു ഏതാണ്? അതിന്റെ അർത്ഥം ഇപ്പുറത്ത് തന്നെ കാണുന്നുണ്ട്. ഞാൻ ഇത് എഴുതിയെടുക്കണോ? എഴുതിയെടുക്കണം. ഇത് നിങ്ങൾ എഴുതിയെടുക്കണം. ഞാൻ അതാണ് വീണ്ടും കാണിക്കുന്നത്. നിങ്ങൾ ഇഷ്, ഡു, എർ, സി, എസ്, ഇയർ, സി, വിയർ, സി, ആ 3 you will understand how we can see it in a sentence. Sentence കാണുമ്പോൾ അതെങ്ങനെ ഡിഫറൻസ് ആവുന്നത് നമുക്ക് മനസ്സിലാവും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അതൊന്ന് എഴുതിക്കോളൂ. ദു എന്നുള്ളത് ഒരു ഫ്രണ്ട്, ഇൻഫോർമൽ എന്നുള്ളതാണ്. ഇയർ എന്നുള്ളത് യു ആണ്. ആ ഇയർ എന്താ അർത്ഥം? Group of people. മൂന്നാമത്തെ ആ ബ്ലൂ കളറിൽ കാണുന്നത്, ലൈറ്റ് ബ്ലൂ, Group of people. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. നമ്മൾ പ്ലൂരൽ ആയിട്ടുള്ള സെക്കൻഡ് പേഴ്സൺ, You all. യു ഓൾ, ബിക്കോസ് ഈ ദൂന്റെ പ്ലൂരൽ ആണ് ഈ ഇയർ. ഗോട്ട് ഇറ്റ്? ഈ ദു ഇല്ലേ, ഈ ദു എന്നുള്ള എന്താണ്? ഇൻഫോർമൽ ആയിട്ട് നിന്റെ ഫ്രണ്ടിനോട് പറയുന്നതാണ്. ഓക്കെ, Excuse me, sir. Okay. Sir, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ tell. 3 kinds of view നമ്മൾ പറഞ്ഞല്ലോ, അപ്പം അത് നമ്മൾ ഹിന്ദിയിൽ ഇപ്പം തൂ, തും, ആപ് ഒക്കെ പറയുന്ന പോലെ ആവും. ബിക്കോസ് ആപ് എന്നുള്ള സീനിയേഴ്സിനും. എക്സാക്ട്ലി.
I was coming to that. I was about to ask you, have you ever seen that difference in any other language? നമ്മുടെ മലയാളത്തിലുണ്ട്, താങ്കൾ എന്ന് പറയില്ലേ, ആ സി താങ്കൾ ആണ് എന്ത് അടിയിലുള്ള സി, താങ്കൾ. അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയില്ലേ, നമ്മൾ ഒരു ബഹുമാനിച്ചുകൊണ്ട് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു നമ്മളെ മുതിർന്ന ആളുകളോട് നമ്മൾ എന്താ പറയാ, ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ എന്നല്ല പറയാ, അല്ലെങ്കിൽ താങ്കൾ അങ്ങനെയല്ല പറയാ. നമ്മളുടെ കൊളോക്കിയലായിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ടെങ്കിലും അത് കറക്റ്റ് ആണ് ഏകദേശം എല്ലാ ഭാഗത്തും അല്ലെ, നിങ്ങൾ ഓർ താങ്കൾ അങ്ങനെ പറയില്ലേ, കറക്റ്റ് അല്ലേ? അതെ, അതുപോലെ തന്നെ ഉള്ള സി ആണ്. അത് പ്ലൂരൽ ആണെങ്കിലും സിംഗുലർ യു ആണെങ്കിലും ഒരേപോലെയാണ്. ഈസി ഇൻ ഫോർമൽ ആയിട്ടുള്ള സി അത് സിംഗുലറിനും ഇതിൽ പ്ലൂരലിനും ഒരേപോലെയാണ്. It's not possible to write on it, right? Is it possible to write on the screen? No. If you say pen tab, then you can do them. Okay. Where is that? Enable On editing. the bottom, you can get the pen symbol. Okay. Enable editing. But you have to Enable enable editing first. Editing. Where is that? In the top. Top out. Enable editing. Top of the Near your cursor. Enable editing, that white box. Pronomen പൊക്കത്തൊരു വൈറ്റ് ബോക്സ് ആണല്ലേ enable editing എന്ന് പറഞ്ഞു. പ്രൊട്ടക്റ്റഡ് വ്യൂ എന്ന് പറഞ്ഞ എഴുതിയിട്ട് മുകളിലാണോ? മുകളിൽ Enable editing. Okay. യെല്ലോ ടാബ്. Below the red one. Okay. That's okay. I can see. So okay, got it. Thank you. Okay, this plural and singular. Sorry. ഇത് പ്ലൂരലും സിംഗുലർ ആണ്, ഇത് സിംഗുലർ ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇവിടെ ക്ലിയർ ചെയ്യാൻ? ഇത് പ്ലൂരൽ ആണ്. ഒരു ഡൗട്ട് ഉണ്ട്. Yeah. ഈ മൂന്ന് സിയും പ്രൊനൗൺസ് ചെയ്യണ സെയിം ആണ് അല്ലെങ്കിൽ സെയിം ആണ്? ഞാൻ പറഞ്ഞല്ലോ സി ആണ്. സി അല്ല കേട്ടോ, സി ആണ്. നമുക്ക് അവിടെ തുടക്കത്തിൽ പറയുമ്പോൾ സി ആണ്, ഒറ്റ എസ് വരുമ്പോൾ സി ആണ്. ഇവിടെ തോനെ ചില സ്ഥലത്ത് മാറ്റങ്ങൾ ഉണ്ടാവും, നമ്മൾ പറയും സി ആണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഈ ദു എന്നതിന്റെ പ്ലൂരൽ ആണ് ഈ ഇയർ. ഓക്കെ, നിങ്ങൾ കുറെ ആളുകൾ എന്ന് പറയുമ്പോൾ ഈ ഇയർ ആണ് യൂസ് ചെയ്യുക. പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവട്ടില്ല. ഇഷ്, ദു, എർ, സി, എസ്, ഇയർ, സി, വിയർ, സി. ദാറ്റ്സ് ഓൾ. അത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. നമുക്ക് അതിന്റെ എക്സാമ്പിൾസും ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഡു യു നോ വാട്ട് ഈസ് ഹെൽപ്പിംഗ് വേർബ്? അത് അവിടെ വെക്കിട്ട് നിങ്ങൾ എഴുതിയില്ലേ, അതിന്റെ ഒരു നോട്ട്, ചെറിയ നോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? യെസ്. ഓക്കെ, എന്താണ് ഹെൽപ്പിംഗ് വേർബ്? കണക്റ്റിംഗ്. Okay, connecting. Oh yeah, it's not a complete whole verb, right? It's not a whole verb, it's a helping verb. It helps to give a sentence a complete meaning, so it's not a complete verb. It's like take pore adikuga pole. It's not a complete verb. It is a verb that helps the sentence to have a complete meaning. Okay, അത് നമുക്കറിയാം. ഈസാറാം. ഈസാറാം എന്നുള്ളതിന്റെ ബേസിക് ഫോം ഏതാ? ഏത് വേർബ് വരുന്നതാണ് ഈസ് ആർ ആം ഇൻ ഇംഗ്ലീഷ്? ഈസ് ആർ ആം. അതിന്റെ സ്റ്റെം വേർബ് ഏതാ? സ്റ്റെം വേർബ് ഉണ്ടല്ലോ, അതിന്റെ സോഴ്സ് അതേതാ? ഈസാറാം. ഷീ ഈസ് എ ടീച്ചർ എന്നല്ല പറയാ, അവൾ ഒരു ടീച്ചറാണ്. ഐ എം എ ഡോക്ടർ, ഐ എം എ ടീച്ചർ, യു ആർ എ ടീച്ചർ, അങ്ങനെയല്ലേ പറയാ കണക്ട് ചെയ്യാൻ. എന്താണ് ഇതിന്റെ ബേസിക് ഫോം?
Don't know. ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഏത് വേർബ്? നമുക്കിപ്പോ ടേക്കൻ എന്ന് പറഞ്ഞാൽ ഏത് വേർബ്? അതിന്റെ ബേസിക് ഫോം ഏതാ? ഏത് വേർബ് എന്നാണ് ടേക്കൻ എന്ന് ചേർത്ത് ആ വേർബ് വരുന്നത്? ടേക്ക് ആണ് ബേസിക്. ഫോർ എവറി വേർബ് വി ഹാവ് ചിലത് എന്താണ്? ക്രിയേറ്റ്, ക്രിയേറ്റഡ്. ഡൂന്റെ ഈ ഡിഡ് ഡൺ ആണല്ലോ. ഡു ഡിഡ് ഡൺ. അത് അതിൽ നിന്ന് വരുന്ന ബി, ടു ബി ഓർ നോട്ട് ടു ബി. ഞാനത് ജർമ്മനിലെ ഒരു ഇതാണ്. ടു സൈൻ ഓർ നിസ്റ്റ് സൈൻ. ടു ബി ഓർ നോട്ട് ടു ബി. ടു ബി ആവുക. ഈ ഈസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ അവനൊരു ടീച്ചർ ആകുന്നു, ആകുക എന്നുള്ള അർത്ഥം. ഈ വേർബ് നിന്നാണ്, ഈ ബി എന്നുള്ള വേർബിൽ നിന്നാണ് ഈസും ആറും ആമും വാസും വേറും ഒക്കെ വരുന്നത്. അതിന്റെ ബേസിക് ഫോം ഏതാണ്? ബി ആണ് അല്ലേ? ഓക്കെ, ഗോട്ട് ഇറ്റ്. ഹാവ് നമ്മൾ എന്താകും പിന്നെ പറയൂട്ടോ. ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. ഹാവ്. ഓക്കെ, ഹാവ് അത് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഹാവ് എന്താക്കണ്ട, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ടു ബി ആണ് ഇതിന്റെ ഒരു മെയിൻ ഹെൽപ്പിംഗ് വേർബ്. ഈസ്, ആർ, ആം. അതിന്റെ ജർമ്മൻ വേർബ് എന്താ? ടു ബി. Sein ആണ്. Sein. Can you see here? Sein. Sein means to be. To be. Sein. Sein. ഈ ഐയും വരും, ഐ ഇയും വരും. ജർമ്മനിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് ഈ ഐ. കണ്ടോ? സൈൻ എന്നുള്ളടത്ത് ഈ ഐ കണ്ടോ? SEI ആണ്. അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യാ? സൈൻ. ഐ എന്നുള്ള ഡിഫ്തോങ്സ് ഇല്ലേ ഇംഗ്ലീഷിലെ? ഐ എന്നുള്ളത്. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. രണ്ട് വൊവൽസ് ചേർന്ന് ഒരു സംഗതി, ആയും ഇയും ചേർന്നുള്ള സൗണ്ട് ആണ് എന്ത്? ഐ അല്ലെ? രണ്ട് വൊവൽസ് ചേർന്ന സൗണ്ട് ആണ് ഐ. ആ സൗണ്ട് ആണ് എന്ത് വരിക? ഈ ഐ ജർമ്മനിൽ വരുമ്പോ സൈൻ. സൈൻ. Can you say that? Sein. Say it out. Say it out. Otherwise it won't come out. ജർമ്മൻ പ്രത്യേകത ഉണ്ട്. ജർമ്മന് ഞാനൊരു വീഡിയോ കണ്ട്, ഇത് ജർമ്മനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് എന്താ പറയാ, ഓരോ ലാംഗ്വേജിലും സർപ്രൈസ് എന്നുള്ള ഇതിന്റെ മീനിങ് പറയാം. അഥവാ ഒരു സ്പാനിഷിൽ സർപ്രൈസ് എന്ന് എങ്ങനെ പറയാം, ലാറ്റിനിൽ എങ്ങനെ പറയാം, എല്ലാ ലാംഗ്വേജിലും ഫ്രഞ്ചിൽ എങ്ങനെയാണ് പറയാ എന്തിന് സർപ്രൈസ് എന്നുള്ള വേർഡിന്? എല്ലാത്തിൻ്റെ ഇങ്ങനെ പറയും. അങ്ങനെ ഇംഗ്ലീഷൊക്കെ എന്താണ്? കൂളായിട്ട് സർപ്രൈസ്, അങ്ങനെ കൂളായിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് വാട്ട് ഈസ് സർപ്രൈസ് ഇൻ ജർമ്മൻ എന്ന് ചോദിച്ചു. യുബഹാഷും. യുബഹാഷും അതാണ് സർപ്രൈസ് എന്നുള്ളതിന് യുബഹാഷും എന്നാ പറയാ. സോ അത് കേട്ട് പേടിക്കണ്ട. കുറച്ചൊരു ഹിറ്റ്ലറിഷ് ലാംഗ്വേജ് ആണ്. ഹിറ്റ്ലർ അറിയാലോ? ഹിറ്റ്ലറുടെ സ്പീച്ച് ഒക്കെ കേട്ടില്ലേ? ആർക്കും അറിയാത്തില്ലല്ലോ. അപ്പോ കുറച്ചൊരു എന്താണ് റഫ് ലാംഗ്വേജ് ആണ്. അപ്പോ ആ ഒരു പ്രൊനൗൺസിയേഷൻ ഉണ്ട്. പക്ഷെ അത് പഠിച്ച് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇതിൽ വന്ന അത്ര ഫിലോസഫി ഒരു ലാംഗ്വേജിലും വന്നിട്ടില്ല. ഇംഗ്ലീഷിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഫിലോസഫികളുടെ 70% എന്താണ്? ജർമ്മൻ ഫിലോസഫിയാണ് ഓൾമോസ്റ്റ്. നീറ്റ്ഷെ അറിയില്ലേ? ഇന്നലെ സാറ് പറഞ്ഞിട്ടുണ്ട്. മാർക്സ്, കാൾ മാർക്സ്. ദസ് ക്യാപിറ്റൽ ആണ്. ദസ് ക്യാപിറ്റൽ ബുക്ക് അറിയില്ലേ? ഓക്കെ, ഓൾ ദീസ് ഇവര് അതുകൊണ്ട് അത്രക്ക് ഇത് ഫിലോസഫി എഴുതപ്പെട്ട ഒരു ലാംഗ്വേജ് ആണിത്. അങ്ങനത്തെ ഒരു സോഴ്സ് ഓഫ് നോളജ്, എ ലോട്ട് ഓഫ് നോളജ് റിട്ടൺ. സോ സൈൻ, ഒന്നുകൂടി പറയും. സൈൻ. ഇങ്ങനെയാണ് നമ്മൾ ഈ പഠിച്ച രണ്ടിന്റെയും ഒരു ഉപയോഗം പറയുന്നത്. നമ്മൾ പ്രൊനൗണും പഠിച്ചു. ഇനി സൈൻ എന്നുള്ള ടു ബി, ആവുക. ആവുക എന്നാണല്ലോ ടു ബീന്റെ അർത്ഥം. ഹി ഈസ് എ ടീച്ചർ. അപ്പോൾ അത് ഓരോ ഹി വാസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ ആയിരുന്നു എന്ന് വരും. പോട്ടെ, ഹി ഈസ് എ ടീച്ചർ, ദേ ആർ ടീച്ചേഴ്സ്, ഐ ആം ടീച്ചേഴ്സ്. അപ്പോൾ ഇവിടെ ബി എന്നുള്ള വേർബ് ചേഞ്ച് ചെയ്യുന്നത് കണ്ടോ? ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഹി ആവുമ്പോൾ ഈസ് വന്നു, ഐ ആവുമ്പോൾ ആം വന്നു, ദേ ആവുമ്പോൾ ആർ വന്നു അല്ലേ? മലയാളത്തിൽ ആ ഒരു ഇതില്ല. സബ്ജക്റ്റ് അഥവാ
സബ്ജക്റ്റ് ആണല്ലോ. ഈ പ്രൊനൗൺസ് എന്തായിട്ടാ യൂസ് ചെയ്യുക? നോമിനേറ്റീവ് അഥവാ സബ്ജക്റ്റീവ് പ്രൊനൗൺസ്, അത് സബ്ജക്റ്റ് ആയിട്ട്. നമുക്ക് അതിന്റെ പ്രൊനൗൺസിന്റെ ഒബ്ജക്റ്റ് ഒക്കെ വരും, അത് പിന്നെ ലേറ്റർ, അതൊക്കെ ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പൊ സബ്ജക്റ്റ് ആയിട്ടായിരിക്കും ഈ നോമിനേറ്റീവ് പ്രൊനൗൺസ്, ഈ പറയപ്പെട്ട നമ്മൾ ഇഷ്, ദു, എസ്, ഇയർ, വിയർ, സി എന്നുള്ള ഈ പ്രൊനൗൺസ് സബ്ജക്റ്റ് ആയിട്ട് വരും. ആ സബ്ജക്റ്റിനോട് ബി എന്നുള്ള വേർബ് എന്താക്കണം? യോജിക്കണം. സിംഗുലർ ആണെങ്കിൽ എന്താവണം? ഹി ഈസ് ആയില്ലേ? ഇംഗ്ലീഷിൽ ഹി ഈസ് ആയില്ലേ? ബി എന്നുള്ളത് എന്തായി? ഹി ഈസ് ആയി. ദേ ആവുമ്പോ എന്താവും? Tell me. They are. I am. Am I. So just like that in German. Just like that in German. It changes according to the subject. Subject in അനുസരിച്ച് സിംഗുലർ, പ്ലൂരൽ, ഫസ്റ്റ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഈ വേർബ് എന്തായിരിക്കും? മാറിക്കൊണ്ടേയിരിക്കും. അത് ക്ലിയർ ആണല്ലോ? ഇതിൽ ശ്രദ്ധിക്കണ്ട, സ്ക്രീനിൽ ശ്രദ്ധിക്കണ്ട. എക്സാമ്പിൾ വരും. നിങ്ങൾ എക്സാമ്പിൾ നോക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്തായത് വേഗം ഇതിലേക്ക്. ഇത് ഇംഗ്ലീഷിൽ ഇങ്ങനെ മാറുന്ന ഉറപ്പാണല്ലോ. സബ്ജക്റ്റ് മാറുന്നത് സിംഗുലർ ആകുന്നതിനനുസരിച്ച് ഈസ് ആവും, പ്ലൂരൽ ഉറപ്പായല്ലോ. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഫോർ ഇൻ ജർമൻ, ഫോർ എവറി വേർഡ് ഈസ് കോൺജുഗേറ്റഡ്. എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ ആ വേർഡ് കേട്ടിട്ടുണ്ടോ? കോൺജുഗേഷൻ. എന്താ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാല്? അതെ, കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ കോൺകോർഡ്, അത് സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ്. ഒരു സബ്ജക്റ്റ് ഏതാണോ സിംഗുലർ ആണ്, എന്തായിരിക്കണം? വേർബ് ആ സിംഗുലറിന്റെ ക്വാളിറ്റി കാണിക്കണം. അതാണ് ഷീ, ഇറ്റ് ഈസ് എന്നല്ല പറയാ. ഇറ്റ് ആർ എന്ന് പറയോ? ഇല്ല. ഇറ്റ് ആർ എന്ന് പറയോ? ഇറ്റ് ആർ. നോ. ഹി ആർ എന്ന് പറയോ? ഹി ആം എന്ന് പറയോ? ഇല്ല. എന്താന്ന് വെച്ചാൽ ഹി എന്നുള്ള സിംഗുലർ ആണ്, അതിന് ഈസ് തന്നെ വേണം. അതുപോലെ തന്നെ ജർമ്മനിൽ ഓരോ വേർബിനും എന്താവണം? ആ സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് വേണം. അഥവാ സിംഗുലർ ആണോ സബ്ജക്റ്റ്, വേർബ് എന്തായിരിക്കണം? സിംഗുലറിന്റെ ക്വാളിറ്റി കാണിച്ചിരിക്കണം. പ്ലൂരൽ ആണെങ്കിൽ എന്താവണം? പ്ലൂരലിന്റെ ക്വാളിറ്റി കാണിച്ചിരിക്കണം. യെസ്, നൗ ലുക്ക് അറ്റ് ദിസ്. നമ്മൾ ഒന്നുകൂടി വായിക്കാണ് പ്രൊനൗൺസ് മാത്രം. ഇഷ്, റിപ്പീറ്റ് ആഫ്റ്റർ മീ. Louder a bit. Ish, do, S, here, Z, wear. ഓക്കെ, സൈന്റെ ഫോം നമ്മൾ എങ്ങനെ വരികയാണ് കേട്ടോ. ഐ ആം എന്നുള്ളതിന് പകരം ഇഷ് ബിൻ സ്റ്റുഡന്റ്. Ish been student. Ish been student. Ish been student. Du bist Student. ഒന്ന് ഇതാക്കണ്ട കേട്ടോ. ബിസ്റ്റ് ഡൗട്ട് ഉണ്ടോ? ദു ബിസ്റ്റ്. ഇഷ് ബിൻ ഇംഗ്ലീഷില് ബ് ഇ എൻ ആണല്ലോ സൗണ്ട്, അത് തന്നെ ബിൻ. ഇഷ് ബിൻ സ്റ്റുഡന്റ്. ഇത് ആക്ച്വലി ഇതില് ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ എടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഇംഗ്ലീഷിൽ നിന്ന് ഇങ്ങോട്ട് എന്തായിട്ടല്ല ജർമ്മൻക്ക് എടുത്ത വേർഡുകളല്ല കേട്ടോ. മോസ്റ്റ് ഓഫ് ദ വേർഡ്സ് ആർ ടേക്കൻ ഫ്രം ജർമ്മൻ ടു ഇംഗ്ലീഷ്, ബിക്കോസ് ഇംഗ്ലീഷ് is Germanic word, I think. That's what I have the knowledge. I think many words are German first. So can you hear me right now? Yeah. Yes. Hello? Yeah, okay. Yes. Connect. Okay. So the Wi-Fi, the room Wi-Fi, I don't know these people what to do. So that's why it gets disconnected frequently. That's why. Okay. Du bist student. Student. Sie ist student. ഞാൻ കൂട്ടി വായിച്ചത് എന്താന്ന് വെച്ചാല് 3 വരെ കളറിൽ കാണിച്ച കണ്ടില്ലേ? എന്താണ്?
സിംഗുലർ, തേർഡ് പേഴ്സൺ സിംഗുലർ. എർ, ഹി എന്നുള്ളതും ഷീ എന്നുള്ളതിനും ഇറ്റ് എന്നുള്ളതിനും അപ്പുറത്ത് നിങ്ങൾക്ക് അർത്ഥം കാണാം. അതിന്റെ ഇംഗ്ലീഷിൽ ഉള്ളതിന് എന്താണ്? സിംഗുലർ ആണ്. അതിന് ഈസ്റ്റ് ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഏതാ യൂസ് ചെയ്തിരുന്നത്? ഹി, ഇറ്റ്, ഇറ്റ്, ഈസ് എന്നല്ലേ? ഇറ്റ് ഈസ്. ബി ഫോം ഏതാണ്? ബി, ഈസ് അല്ലേ? അതേപോലെ ജർമ്മനിൽ ഈസ്റ്റ്, ഈസ്റ്റ്, ഈസ്റ്റ്. അപ്പത്തിൽ യൂസ് ചെയ്യുന്ന ഈസ്റ്റ് അല്ല. ദിസ് ഈസ് ദ ഈസ്റ്റ്. East. എർ ഈസ് സ്റ്റുഡന്റ്. Student. Air is- Air Air is is- student. എർ Student. ഈസ് സ്റ്റുഡent. Air is student. Student. Air is Z, student. Z is studentin. Z is studentin. Studentin. Student. Don't mind it. Studentin. Don't mind it. Don't mind it. That IN, don't mind it. Okay. Student. She is studentin. What is the meaning? She is a student. She is a student. Don't mind that IN. Okay. That we will come. അപ്പൊ ഈ സ്റ്റുഡന്റും സ്റ്റുഡന്റിനും തമ്മിലുള്ള അത് സെയിം തന്നെയാണോ പ്രൊനൗൺസിയേഷൻ? അതോ പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. സ്റ്റുഡന്റ്, ഞാൻ പറഞ്ഞത് മൈൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത് അത് എന്തുകൊണ്ടാണ് IN വന്നത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ച് ബുദ്ധിമുട്ടണ്ട. ഉച്ചാരണത്തിന്റെ വ്യത്യാസമുണ്ട്. സ്റ്റുഡന്റിൻ, ദ പ്രൊനൗൺസിയേഷൻ ഈസ് സ്റ്റുഡന്റിൻ. സ്റ്റുഡന്റിൻ, സ്റ്റുഡന്റിൻ. സ്റ്റുഡന്റിൻ എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? എന്താണ് വൈ ഇസ് സ്റ്റുഡന്റിൻ? Female, no? Female ആയതുകൊണ്ടാണോ? ഫീമെയിൽ ആയതുകൊണ്ടാണ്. മോസ്റ്റ് ഓഫ് ദ നൗൺസ് ആർ മെയ്ഡ് ഫെമിനൈൻ യൂസിങ് IN. ഞാനൊരു എക്സാമ്പിൾ പറയാം. ലേറർ, ലേറർ എന്ന് പറഞ്ഞാൽ ടീച്ചറാ. ലേറർ, ലേറർ എന്തായിരിക്കും? ലേഡി ടീച്ചർ എന്ന് പറയാം. ലഹരി, ലഹരി. ലേററിൻ, 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 ലേററിൻ. പിന്നെ ഓക്കെ, നമുക്ക് അധികം ഡിസ്കസ് ചെയ്യണ്ട. നമുക്ക് നൗൺസിനെ പറ്റിട്ട് പഠിക്കുമ്പോൾ we will learn that. Okay. RZS ഈസ്റ്റ് ആണ്. RZS ഈസ്റ്റ്, ഈസ്റ്റ് ആണ്. S ഈസ്റ്റ് ബുക്ക്. S ഈസ്റ്റ് ബുക്ക്. ഞാൻ സ്ലോ ആയിട്ട് പറയാണ്. S ഈസ്റ്റ് ബുക്ക്. ആ കണ്ടോ? നമ്മള് ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജർമ്മനിലുള്ള ചെറിയ വ്യത്യാസം. ആ CH നിങ്ങൾ കണ്ടോ? ഇതിൽ CH ഉള്ള ഒരു പ്രോനൗൺ ഉണ്ട്. CH ഉള്ള ഒരു പ്രോനൗൺ ഉണ്ട്. ഏതാ? ഇഷ്, ഇഷ്. അതിന്റെ വ്യത്യാസം മനസ്സിലായോ? ഉച്ചാരണത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ എന്തുകൊണ്ടാണെന്നുള്ള ലേറ്റർ വി വിൽ ലേൺ. നമ്മൾ ഇതുവരെ ആൽഫബറ്റ്സ് we didn't learn. We are going to learn it. Alphabets, there's no much difference with English, okay? But some pronunciations are different when it come together. Some words come to, some letters come together. There are some differences in pronunciation. So only that. ആരെങ്കിലും ഫോളോ ചെയ്യാത്തുണ്ടോ ഇതില്? ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞെന്താ? ഡിഫറൻസ് ഞാൻ പറയും. ഉണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇഷ്, ബുഖ്, ഇഷ്, ബുഖ്, ഇഷ്, ബുഖ്. Sprache, 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 Buch, Buch, Buch. Okay, difference in മനസ്സിലായല്ലോ? Stop there. That's it. Ihr seid Studenten. Ihr seid Studenten. You are students. ഏതാണ് ഈ യു? ആരാണ്? നിങ്ങളുടെ മുന്നിലുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അഥവാ നിങ്ങൾ സ്റ്റുഡൻസിനോട് പറയുമ്പോൾ ഹലോ, can you hear me? Yeah, sure. Okay. Any problem? Somebody wants to ask something? No. Question? Any question? No. Carry on, sir. Clear? No? So far, we will repeat and learn. Okay? ഇത് കഴിഞ്ഞു പോയി കിട്ടാണ്ടായി പോകുന്നുള്ള ഒരു ടെൻഷനും വേണ്ട. വി വിൽ റിപ്പീറ്റ് ആൻഡ് ലേൺ ഇറ്റ്. ഓക്കെ? ഇത് ഈ ബേസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ബാക്കി എന്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്താ പറയാ, ഈ ഒരു സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് ഈ ബേസിക് ദ ഫൗണ്ടേഷൻ വി നീഡ്. ഇഫ് യു ഗെറ്റ് ദാറ്റ് ക്ലിയർ, the rest is okay. You can learn on your own. അത് ഉറപ്പല്ലേ? ഒരു ചോദ്യം. ഈ എസ് വരുന്ന സി എന്നാണോ?
സൈഡ് എന്നാണ് പറയുന്നത്. സൈഡ് ഞാൻ പറഞ്ഞല്ലോ, സൈഡ്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് സിൻഡ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സി പറഞ്ഞല്ലോ. സി ഓക്കെ. സൈഡ്, ഇയർ, സൈഡ്, ഇയർ. എർ അല്ലട്ടോ, ഇയർ ആണ്. ഈ ഉച്ചരിച്ചോ, പേടിക്കണ്ട. ഇയർ ഉച്ചരിച്ചോ, ഇയർ, ഇയർ. എച്ച് വേണ്ട, എച്ച് വേണ്ട. ഇയർ, ഇയർ സൈഡ് സ്റ്റുഡന്റൻ, ഇയർ സൈഡ് സ്റ്റുഡന്റൻ. കണ്ടോ, അവിടെയും ഒരു ഇ എൻ കൂടുതലുണ്ട്. ഐ എൻ നേരത്തെ ഫെമിനൈൻ ആയപ്പം എന്തായി, ഐ എൻ കൂടിയല്ലോ, സ്റ്റുഡന്റിനായി. ഇവിടെ പ്ലൂരൽ ആയപ്പം ഇ എൻ വന്നു, സ്റ്റുഡന്റൻ. ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി, ഒന്ന് മനസ്സിലാക്കിയാൽ മതി, നമുക്ക് വരും. സ്റ്റുഡന്റൻ, അതെന്താണ്? ദേ ആർ സ്റ്റുഡന്റ്സ്. മറിയ ആൻഡ് ജോസഫ് ആർ സ്റ്റുഡന്റൻ. സ്റ്റുഡന്റൻ. അപ്പൊ മറിയനെയും ജോസഫിനെ ഒഴിവാക്കിയാൽ നമുക്ക് ഏത് പ്രോനൗണാ കൊടുക്കുക? ആണല്ലോ പറയാ. അവര് അതെ, അവർ സ്റ്റുഡന്റ് ആണ്, സ്റ്റുഡൻസ് ആണെന്നല്ലോ പറയാം. ഇംഗ്ലീഷും അങ്ങനെ തന്നെ, ദേ ആർ സ്റ്റുഡൻസ് എന്നല്ല പറയാ. എസ് അവിടെ ഉണ്ടല്ലോ, ഏതിന്? പ്ലൂരലിന്. അതേപോലെ ഇ എൻ എന്താണ് ഇവിടെ കൂടുതലുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ലേറ്റർ, വി വിൽ ലേൺ ഇറ്റ് ലേറ്റർ. ലേറർ, ലേറർ മീൻസ് ടീച്ചർ. അതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്തോ. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള വേർഡ്സ് ആണ്. വേണമെങ്കിൽ വേർഡ്സ് നിങ്ങൾ വേണമെങ്കിൽ എഴുതി, നിങ്ങൾക്ക് സമയം ഉണ്ടാവും. ഞാൻ അതിന് കൃത്യമായിട്ട് പറയാത്തതും സമയം തരാത്തതും നമ്മൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഇടയിൽ എന്താണ് ചെറിയ നോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് യു ഹാവ് ഇനഫ് ടൈം. സോ don't expect me to say for every words to be noted. Okay, expect ചെയ്യണ്ട. നിങ്ങൾക്ക് വേണം തോന്നുകയാണെങ്കിൽ you can write it down, note it down. Okay, wir sind Studenten. Wir Studenten. Sie sind Lehrer. ലേററിന് പ്ലൂരൽ അങ്ങനെ തന്നെയാണ്, അതുകൊണ്ടാണ് ലേറർ എന്ന് പറഞ്ഞത്. ചിലത് അങ്ങനെ ഉണ്ടാവും. ലേറർ, ലേറർ, സീനിയേഴ്സ്. അത് സീനിയേഴ്സ് ഒരാളെ ഉണ്ടെങ്കിലും എന്താ പറയാ, ആണ്. നമ്മൾ ഒരു ഇൻഫോർമൽ ആയിട്ട് ഒരു ടീച്ചറെ കാണുക, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൊഫസറെ കാണുക, നമ്മൾ യൂസ് ചെയ്യാം. ലേറർ, മൈന് ലേറർ എന്റെ ടീച്ചർ ആണ് എന്നാ പറയാ. Wir sind Studenten. Wir sind Studenten. Okay. Can you just do you need me to read it again or yeah, ask me. അതിപ്പോ ഇഷ് ബിൻ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോ അതില് ഐ ആം സ്റ്റുഡന്റ് എന്നല്ല പറയുന്നത്. അപ്പൊ അത് ഗ്രാമർ ശരിയാവുന്നില്ലല്ലോ. അല്ല, ഐ ആം എ സ്റ്റുഡന്റ് എന്ന് വേണമെന്നാ? അങ്ങനല്ല, അത് ട്രാൻസ്ലേഷൻ അങ്ങനെയാണ്. ഐ ആം സ്റ്റുഡന്റ്, ഐ ആം സ്റ്റുഡന്റ്, ഐ ആം എ സ്റ്റുഡന്റ് വേണം. അത് വന്നാൽ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ആവുന്ന വിചാരിച്ചിട്ടാണ് എ ഒഴിവാക്കിയത്. അത് നമ്മൾ ശേഷം പഠിക്കുമ്പോൾ നിങ്ങൾ ആ എ അതിന്റെ ഇടയിൽ ഇട്ടാൽ മതി. അങ്ങനെയാണോ? അയ്യാ, ജർമ്മനിൽ അങ്ങനെയാണ് യൂസ് ചെയ്യുക. ഐ ആം സ്റ്റുഡന്റ്. എന്താ ഇഷ് ബിൻ സ്റ്റുഡന്റ്? എന്താ എവിടുന്നാ ഡൗട്ട് വന്നത്? നിങ്ങൾ മനസ്സിലായില്ല. ഇംഗ്ലീഷിൽ ഐ ആം എ സ്റ്റുഡന്റ്. എ ഇല്ലെന്നാണ് ചോദ്യം. അതെ അതെ, ആ എ ഉണ്ട്. എ നമുക്ക് ഇവിടെ ചേർത്താൽ കുറച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും വിചാരിച്ചിട്ടാണ് എ ചേർക്കാത്ത. ഇവിടെ ഒന്നും ഞാൻ അതെന്തായിട്ടില്ല, ആ ആർട്ടിക്കിൾ ചേർത്തിട്ടില്ല എ എന്നുള്ളത്. അത് കൺഫ്യൂഷൻ ആവും. നമ്മൾ ശേഷം പഠിക്കും. അപ്പൊ നമ്മൾ എന്താക്കിയാൽ മതി, അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഒരു സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നത് ഞാൻ ആ ഒന്ന് എന്നുള്ള ഒഴിവാക്കി. എന്താന്ന് വെച്ചാൽ കുറച്ച് അത് വേറൊന്ന് പഠിക്കാനുള്ളതാണ്. ആ എ എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ ഇട്ട പോലെ എ മാത്രം ഇട്ടാൽ പോരാ. അതുകൊണ്ട് there's a difference, slight difference. So I don't want to make it more complicated. I just wanted to make it easy. So ich bin Student. Ich bin Student. Du bist Student. Er ist Student. Er is student. Er is student. Sie is studentin. Sie is studentin. Es ist Buch. Es ist Buch. Ihr seid Studenten. Ihr seid Studenten.
Ihr Ihr seid Studenten. Ihr seid Studenten. Studenten. Sie sind Studenten. Sie sind Studenten. Sie sind Lehrer. എന്തുകൊണ്ടാണ് ഇവിടെ സ്റ്റുഡന്റ് എന്ന് കൊടുക്കാതിരുന്ന ഫോർമൽ ആയപ്പോ? നമ്മുടെ സ്റ്റുഡൻസിന് ഒരിക്കലും എന്താ ഫോർമലില് എന്താവില്ല അഡ്രസ് ചെയ്യൂലല്ലോ. അതുകൊണ്ടാണ് ടീച്ചർ അല്ല പ്ലൂരൽ ആയതുകൊണ്ട് പ്ലൂരൽ സ്റ്റുഡന്റ് എന്നുള്ള പ്ലൂരൽ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ ലാസ്റ്റ് ഫോർമൽ ഫോർ സീനിയേഴ്സ് യു സി എന്നുള്ളത് കണ്ടില്ലേ, വിയറിന്റെ മേലുള്ള അവിടെ നമ്മൾ ലെയർ കൊടുത്ത എന്താ? നമ്മൾ അറിയാലോ, നമ്മൾ സ്റ്റുഡൻസിനോട് താങ്കൾ എന്ന് ചോദിക്കോ? ഇല്ലല്ലോ. നിങ്ങൾ ടീച്ചർ ആണെന്ന് പറയോ? ഇല്ലല്ലോ. നിങ്ങൾ ടീച്ചേഴ്സ് ആണെന്ന് പറയൂലല്ലോ. നിങ്ങൾ സ്റ്റുഡൻസിനോടല്ലേ നമ്മൾ, ടീച്ചേഴ്സിനോടല്ലേ അങ്ങനത്തെ നമ്മളെക്കാൾ മുതിർന്ന ആളുകളോടാണ് എന്താവുക ബഹുമാനത്തിൽ സംസാരിക്കുക. അതുകൊണ്ടാണ് ലെയറിന് ടീച്ചറിനാക്കിയത്. ബാക്കി എല്ലായിടത്തും സ്റ്റുഡന്റ് എന്ന് കൊടുത്തിട്ട് ഇവിടെ ലെയറിന് കൊടുത്ത എന്തിനാന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അവിടെ ലെയർ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ആ ഒരു ഇതുണ്ടല്ലോ, ഫോർമൽ എന്നുള്ളത് നമ്മൾ എന്താവും ടീച്ചർ എന്നുള്ളതിനാണ് എന്താണ് യൂസ് ചെയ്ത്. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഒരു ബഹുമാനം നമുക്ക് സ്റ്റുഡൻസിന് കൊടുക്കേണ്ടിയില്ല. സ്റ്റുഡൻസിന് എന്താ പറയാ? ഇയർ സൈഡ് സ്റ്റുഡന്റൻ. നിങ്ങൾ അല്ലെങ്കിൽ ഒറ്റ സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ ദു ബി സ്റ്റുഡന്റ്. അത് നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ ലെയർ ടീച്ചർ എന്താ ബഹുമാനം വേണമല്ലോ. അപ്പോൾ സി ആണ് യൂസ് ചെയ്യുന്നത്. സി മനസ്സിലായല്ലേ? സിംഗുലറിനും പ്ലൂരലിനും ഒരേ ഇതാണ്. Okay, wir sind Studenten. Okay. Can you just read it? Someone, I'll call it out. The names. We don't have much time. I will call. There's a 8th standard student from Qatar, right? 8th standard student. Can you turn on your mic? From Qatar. What's his name? I don't remember. I forget. I'm very good at forgetting. I'm very Nazir? good at forgetting. I think Nazir. Nazir? Muhammad Nazir? Oh, No, Nazir, right? Nazir. Hello, Nazir? Are you there? Hello, Yes, Nazir? sir. Okay. Can you follow me what I say? It's very simple, okay? Do you follow me what I say? Yes, About sir. these pronouns, and do you have any doubt? Because did I say something which is above your age or something? I don't know. You understood what is it? Can you just say pronounce it? Okay, sir. Okay. Yeah. Ich bin Student. I am student. Du bist Student. You are student. Ist Student. He is a student. She is Studentin. She is a student. Es ist the book. It is a book. Sie Studentin. You are students. Sie sind Studentin. They are students. Sie sind Lehrer. You are teacher. Wir sind Studenten. We are students. Perfecto. Fantastic. Okay. You very good. Very good. So one more thing to be noticed. I said no repeatedly. This S is pronounced Zind. Zind. Kind of humming sound is there, right? Yes, sir. Yeah. Just take care of that. We will learn that, but because you have pronounced everything correctly, perfectly, I want to add that also. That's perfect. Good. So someone else is I want to call. Okay. Someone else. Who is this? Muhammad Rashid. Yeah. Can you just fast? Make it fast. Okay. If you are comfortable with that, okay. Yeah. Okay. Ich bin student. I am student. ഇംഗ്ലീഷ് വേണ്ട. നിങ്ങൾ അപ്പൊ ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇംഗ്ലീഷ് പറയണ്ട, ജർമ്മൻ മാത്രം പറഞ്ഞാൽ നിങ്ങൾ ആ മനസ്സിൽ എങ്ങനെ വിളിച്ചാൽ മതി. ഓൺലി ജർമ്മൻ. Ist student. Sie ist Studentin. Es ist Buch. Ihr seid Studenten. Sie sind Studenten. Ja. Sie sind Lehrer.
അത്രയായിട്ട് ഓപ്പൺ ആക്കണ്ട. ഞാനത് ഇപ്പൊ കറക്റ്റ് ചെയ്യേണ്ടി ഒന്നും അല്ല കേട്ടോ. ഞാൻ പക്ഷെ ഇപ്പോഴേ കറക്റ്റ് ചെയ്തു പോയാൽ നിങ്ങളത് ഇതാവില്ലല്ലോ. ലെഹറർ എന്ന് പറയണ്ട, ലേറർ ഏ ആട്ട് കുറച്ച് നീട്ടിയാൽ മതി. എച്ച് എപ്പോ വരികയാണെങ്കിലും അതിന്റെ മുമ്പിലത്തെ വവൽ ഒന്ന് പ്രൊലോങ് ചെയ്യാം. Are you clear? Layer. Okay? Yeah. Okay. Yeah. Layer. Z is in layer. B is in layer. Okay. Am I right? Yeah. Am I right? Yeah. Perfect. Where is in student? Yes. Tall. Fantastic. Okay. Next. Someone can. Should I call the name? No need, right? Those who don't speak, please. Anu Nawasim. Who is that? Just Yeah, I'm here. Yeah. Bitte. Okay. Yeah. Ich bin Student. Yeah. Du bist Student. Yeah. Ist isn't Yeah. Student. Ist. Okay. Ist Student. Ist. Sie ist Studentin. Yeah. Es ist Buch. Ist. നമ്മൾ കറിയിൽ ഇസ്റ്റ് ഒന്നുകൂടി ഷോർട്ട് ആക്കിയാൽ മതി. Ist Buch. Yeah. Sind Studenten. H വേണ്ട. Ear. അത് പ്രൊനൗൺ ആയതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും അത് നിങ്ങളെ തെറ്റ് പറയാൻ പറ്റില്ല. No problem. Okay, it's all right. Pronoun. So ear. Ihr sind Studenten. Sie sind Studenten. Sie sind Lehrer. Yeah. Wir sind Studenten. Okay. Wir sind Studenten. Wir, right? Where nalla wir. Wir. Okay. Wir. ഒരാളുടെ പറയും. എന്നിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്ത് സമയമില്ല. നമുക്ക് ഇതാണ് ഒരു ചെറിയൊരു ഭാഗം കൂടി ഇന്നത്തെ ഇതിൽ ക്വസ്റ്റനിൽ തീർക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കേണ്ടത് മാത്രമല്ല. ഇതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് കേട്ടോ. ഈ പ്രൊനൗണും ദാറ്റ്സ് ദ സൈൻ വേർബും. സൈൻ ആണ് ഇതിന്റെയൊക്കെ സ്റ്റെമ്മ്. ഈസ്റ്റിന്റെയും ബിന്നിന്റെയും ബിസ്റ്റിന്റെയും സിൻഡിന്റെയും സൈഡിന്റെയും ഒക്കെ സ്റ്റെം വേർബ് ഈസ് വാട്ട്? സൈൻ ആണ്. സൈൻ. ഓക്കെ. ഒരാളുടെ പ്ലീസ്. ആരും സംസാരിക്കാത്ത ആരെങ്കിലും പെട്ടെന്ന്. Ich bin Student. Yeah. Du bist Student. Yeah. Ist Student. Okay. Sie ist Studentin. Yeah. Ist Book. Yeah. Book. Huh? Book. Correct. Yeah. Ist Zaid. ഞാൻ പറഞ്ഞ I വന്നാൽ എപ്പോഴും I എന്നുള്ള നമ്മുടെ ലെറ്റർ പറയൂലേ, I. ആ സൗണ്ട് ഉദ്ദേശിച്ചാൽ മതി. എപ്പോഴൊന്നും ഇതൊന്നും കറക്റ്റ് ചെയ്യേണ്ടിയല്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ഒന്ന് പറഞ്ഞു എന്നാൽ പിന്നെ എല്ലാവർക്കും ക്ലിയർ ആവുമല്ലോ. സൈഡ്. I ഫസ്റ്റ് വന്നാൽ I. സൈഡ്. ഓക്കെ. സ്റ്റുഡന്റൻ. Seid Studentin. Sie sind Studentin. Okay. Sie sind Lehrer. Okay. Wir sind Studentin. Wir sind Studentin. Okay. എല്ലാവർക്കും അത് ക്ലിയർ ആണല്ലോ അല്ലേ? ഞാൻ എല്ലാവരിലേക്കും പോവാൻ സമയമില്ല. നമുക്ക് ഒരു ഡൗട്ടാണ്. ഈ ഐ എന്നുള്ളതിന് നമ്മള് ഇന്നലെയൊക്കെ നമ്മൾ യൂസ് ചെയ്ത് ഇഷ് എന്നല്ല, അപ്പൊ അത് ആക്ച്വലി ഇഹ് എന്നാണോ പറയാ? അത് ഐ എന്നുള്ള ഇഷ്. അത് നിങ്ങളല്ലായിരുന്നു ആ ചോദ്യം ചോദിച്ചേ? എന്താ വ്യത്യാസമില്ലെന്ന്? ഓസ്ട്രേലിയയിലുള്ള ജർമ്മനും മറ്റുള്ള ജർമ്മനും ഒക്കെ ആയിട്ട് വേറെ ആളാ ചോദിച്ചത്. ഞാനിപ്പോ ഈ ബുഹ് എന്നുള്ളത് വായിച്ചപ്പം ഇതിലും TH വരുമ്പം സൗണ്ട് വേറാണല്ലോ. വേറുണ്ട്. ഇഷ് എന്നുള്ളത് ഇഹ് എന്നുള്ള യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇഷ് എന്നുള്ളത് പക്ഷെ ഇഷ് ആണ്. അത് ഷ് എന്നുള്ള സൗണ്ട് അല്ല. സംതിങ് ബിറ്റ്വീൻ ഇഹ് ആൻഡ് ഷ്. ഗോട്ട് ഇറ്റ്? ഷോഫറിന്റെ ഒക്കെ സ്പെല്ലിംഗ് വരുന്ന പോലെ. ഷോഫർ ഒന്നുകൂടെ എന്താവും? ഹ്മൽക്ക് പോകണം, ശരിയണം. ഇഷ് അത് അത്ര നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഇഷ് എന്ന് പറഞ്ഞാൽ ജർമ്മൻസിന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അവര് സംസാരിക്കും ഇഷ് എന്ന് പറഞ്ഞു.
ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇഹ് എന്ന് പറയും. ഇഹ് ഞാൻ പറയുന്ന ഇതിന് ഒരു ഡിഫറൻസ് ചോദിക്കുന്നുണ്ടോ? ഇഹ് അത് ഷു അല്ല, ഹു അല്ല. അത് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് ശരി. ഇതുവരെ നിങ്ങൾ പറഞ്ഞില്ലേ, അത് തന്നെ ശരി. കുറച്ചുകൂടെ ഒന്ന് അത് ശരിയാക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ. ഇഷ് ബിൻ, ദു ബിസ്റ്റ്, എർസിയസ് ഇസ്റ്റ്, ഇയസൈഡ്, wir sind. അത് സ്പീഡിൽ പറഞ്ഞു. ഇഷ് ബിൻ, ദു ബിസ്റ്റ്, എർസിയസ് ഇസ്റ്റ്, ഇയസൈഡ്, wir sind. അത് അത്രേ ഉള്ളൂ കേട്ടോ. അത് അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കാം. ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇഷും ഒന്നിച്ചുള്ളത് കൂട്ടി പറയാം, അതല്ലാത്തൊക്കെ ഒന്ന് പറയാൻ പറ്റും. ഇഷ് ബിൻ, ദു ബിസ്റ്റ്, എസ് ഇസ്റ്റ്, ഇയസൈഡ്, wir sind. wir sind. ഒന്ന് പറയാൻ പറ്റുമോ? Ich bin, du bist, ist, sie ist, es ist, seid, sie sind, wir sind. Perfect. Okay, that's enough. നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക് ആവശ്യമുണ്ടോ? ഇനി കുറച്ചുകൂടെ ഒരു അരമണിക്കൂർ കൂടെ ഉണ്ട്. ബ്രേക്ക് ആവശ്യമുണ്ടോ? 5 minutes or 2 minutes? I think വേണമെങ്കിൽ നമുക്കൊരു 9:15 സ്റ്റോപ്പ് ചെയ്യാം. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു അതെ, ഇത് ഇത്രേ ഉള്ളൂ ഈ ചെറിയ സംഭവം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. നോ ഇഷ്യൂ. ക്ലോസ് ചെയ്യല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ. ഇന്നലെ പറഞ്ഞത് ആർക്കെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഹലോ, യാ, ഗുട്ടൻ മോർഗൻ, യാ, എന്തായാലും ഓക്കെ. ഗുട്ടൻ ടാഗ്, ഓക്കെ, ഗുട്ടൻ ആബൻഡ്. ഓക്കെ, ഇത് വേണ്ട, ഇതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്നലെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ? ഹലോ ഗുട്ടൻ ടാഗ്, ഹലോ ഗുട്ടൻ ആബൻഡ്, മുഹമ്മദ് സഹൽ. ഓക്കെ, ഒരാൾ മതി. ഞാൻ പേര് വിളിക്കാം. ഞാനൊരു പേര് പറയാം. സഹൽ പ്ലീസ്. ഹലോ ഗുട്ടൻ ടാഗ്. Ich heiße മുഹമ്മദ് സഹൽ. Ich komme aus പെരിന്തൽമണ്ണ, മലപ്പുറം. ഗ്രേറ്റ്. അതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഇന്നലെ? യെസ്. ഒരാളൂടെ ഒന്ന് പറയോ? എന്നാ ഇന്ന് പഠിച്ച കൂട്ടിയിട്ട് നമുക്കൊന്ന് നിങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുമോ? Ich bin student. Yes, perfect. അതാണ്, that's what I want. Yeah, ich bin Lehrer. എന്തെങ്കിലും വേറെ എന്താണ്? എന്തെങ്കിലും പ്രൊഫഷൻ പറഞ്ഞാൽ മതി. Ich bin. ആരാ വേറെ എന്ത് പ്രൊഫഷനാണുള്ളത് ഇതില്? സർ, യാ, ഫീമെയിൽ ആവുമ്പോ ich bin studentin ആവൂലേ? അതെ, ich bin studentin ആവും. അത് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാലും ഇപ്പൊ ശരിയാണ്. Okay. It's the first day of your class, so it's perfectly all right. So, okay. വേറെ ആരാ എന്ത് പ്രൊഫഷനാണുള്ളത്? സ്റ്റുഡന്റ്. ഓക്കെ, സ്റ്റുഡൻസ്. ഇതില് +2 പഠിക്കുന്ന സ്റ്റുഡൻസ് ഇല്ലേ? ആരാ +2 ചെയ്യുന്നത്? ആരാണ്? ദാനിഷ്. Okay. All right. Can you repeat this? Say this from first. Ich heiße. Guten Tag, മുതൽ. Guten Abend. You first you remember it's the language of Hitler. So that energy should come. Okay. Ich heiße Danish Mohammed. Yeah. Ich komme aus Malappuram. Yeah. And ich bin student. Exactly. അതാണ് ഇത്. ഇത്ര ഈ ഒരു സെന്റൻസ് കിട്ടിയാൽ മതി ഇന്നത്തെ ഇതില്. പിന്നെ ആരാ വേറൊരാളൂടെ പറയാം? Hallo. Ja. Ich heiße Mohammed Shammas. Okay. Ich komme aus Malappuram. Ich bin student. Ich bin student. Okay. Student ഇല്ലാത്ത ആരെങ്കിലും ഒന്ന് വരൂ. Guten Tag. Ja. Ich heiße Shanas. Ich komme aus Kollam. Ich bin Engineer. Engineer. Okay. Engineer. No problem. Okay. Engineer, mechanic here. എന്താണ് അത്? We will come to that later. Don't worry. Shabana, please. Hello, guten Abend.
Ich Yeah. heiße Shabana. Mhm. Ich komme aus Trivandrum. Mhm. Ich bin Studentin. Studentin. Okay. Okay. We are going to end today and homework ഇപ്പം തരുന്നില്ല, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യലാണ് മാത്രമാണ് ഈ ആഴ്ചത്തെ ഹോംവർക്ക്. ഞങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കടന്നിട്ടില്ല. ടെക്സ്റ്റ് ബുക്ക് കടന്നുള്ളൂ. ആദ്യത്തെ 1-2 ചാപ്റ്റർ ഇത് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഓടിച്ചു പോകാനുള്ളൂ. സോ ഇത് ശരിക്ക് വി ആർ ഓൺ ട്രാക്ക്, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ട്രാൻസ്ലേറ്റർക്ക് യൂബസെറ്റ്സ് എന്നാ പറയാ, യൂബസെറ്റ്സ്. ഇഷ്ബിൻ, ഇഷ്വോനെ, അതും കൂടി ഒന്ന് അറിയോ? ഇഷ്വോനെ, ആ വോനെ എന്നുള്ള എന്താന്ന് നോക്കണ്ട. ഇഷ്വോനെ ഇൻ കാലിക്കറ്റ്. ഇഷ്വോനെ, ഇഷ്വോനെ ഇൻ കാലിക്കറ്റ്. ഐ ലിവ് ഇൻ കാലിക്കറ്റ്. ഓക്കെ, അതിലേക്ക് ഇന്ന് പോകണ്ട. നമുക്ക് ഇതാക്കാം. ചൂസ്, ഇതാണ് ചൂസ്. ഓക്കെ, ഇതിന് ചൂസ് എന്ന് വെച്ചാൽ ബൈ എന്നാ പറയാ. ഇത് ഭയങ്കര രസമാണ്. ഇത് ഓഫീസിൽ നമ്മള് ഇങ്ങനെ ഫോണും വെച്ചിരിക്കാതെ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് ലൗഡിലിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുക. എഞ്ചിനീയേഴ്സ് നമ്മളെ ചുറ്റും ഉണ്ടാവും. ട്രാൻസ്ലേറ്റ് നമുക്കൊരു ഹെഡ്, ട്രാൻസ്ലേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെഡേക്കും ഇല്ല അവിടെ ജോലിക്ക്. എന്താണെന്ന് വെച്ചാൽ പ്രശ്നം മൊത്തം സോൾവ് ചെയ്യേണ്ടത് ഈ എഞ്ചിനീയേഴ്സ് ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ്. അവിടെയുള്ള BMW പ്രോസസ്സ് ഇവിടെ കൺട്രോൾ ചെയ്യാണ്. അപ്പോൾ ഹെഡേക്ക് മൊത്തം അത് ഇവർ കൺവേ ചെയ്യുന്ന ഐഡിയ നമ്മൾ അങ്ങോട്ട് കൺവേ ചെയ്യാന്നുള്ളൂ. ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. നമ്മൾ എന്താന്ന് വെച്ചാൽ അവര് എല്ലാത്തിലും ഞാൻ പറഞ്ഞില്ല, ആ കറക്റ്റ്നെസ് ഉണ്ടാവും, ആ ഒരു പെർഫെക്റ്റ് ടൈമിങ് ആൻഡ് എവറിത്തിങ്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് അത്രക്ക് ഫ്രണ്ട്ലി ആയിട്ടാണ് അവതരിക്കുക. ഇവർ ചൂസ് എന്ന് പറയുന്ന കേൾക്കാൻ ഭയങ്കര രസമാണ്. അത് കേട്ട് അത് മൊത്തം ലൗഡിലിട്ടാകുമ്പോൾ എല്ലാ എഞ്ചിനീയേഴ്സും ഇങ്ങനെ കേൾക്കും. അത് കേൾക്കുമ്പോൾ അത് കേൾക്കാനായിട്ട് ഇവരിങ്ങനെ ഇരിക്കും. അവര് ചൂസ് എന്നുള്ളതിന് പകരം ചൗ ചൗ എന്നും പറയും. നോർമൽ ഈ ഫീലൻ ഡാങ്ക്, താങ്ക് യു വെരി മച്ച്. അത് കേട്ടാൽ മതി കേട്ടോ, ആ സൗണ്ട് മാത്രം കേട്ടാൽ മതി, അല്ലാണ്ട് ഞാൻ എഴുതി തരുന്നില്ല ഇപ്പൊ. ഫീലൻ ഡാങ്ക്, ഫീലൻ ഡാങ്ക്, ടാങ്ക് അല്ല, ടി അല്ല, ഡി ആണ്. ഫീലൻ ഡാങ്ക്, ഫീലൻ ഡാങ്ക്. അല്ലെങ്കിൽ താങ്ക് യു മാത്രമാണെങ്കിൽ ഡാങ്ക്, 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 ഡാങ്കേലേക്ക് പോകരുത് കേട്ടോ. ഡാങ്കേൽക്ക് ഞാൻ തുടക്കത്തിലേ അത് ക്ലിയർ ചെയ്യാണ്. ഡാങ്ക്, ഡാങ്ക്, ഡാങ്ക്. ഇഷ് ഹൈസ, ഇഷ് ഹൈസ, ഡാങ്ക്, ഇഷ് കോമ, ഇഷ് കോമ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഡൺ, വി ആർ ഡൺ വിത്ത് ഇറ്റ്. Just one more thing, just I want you to read it out. Someone please. English വേണ്ട, only German. English you just keep that in mind while you read. Okay. ആരെങ്കിലും ഒന്ന് പെട്ടെന്ന്. Hello. Hello. Yeah. Hello. Guten Morgen. Guten Morgen. Guten Tag. Guten Tag. Guten Abend. Guten Abend. Gute Nacht. Gute Nacht. Gute Nacht. Moi. Moi moi. Servus. Servus. Grüß Servus. Gott. Grüß Gott. Grüß dich. Grüß dich. Auf Wiedersehen. Auf Wiedersehen. Auf Wiedersehen. Auf Wiedersehen. See you again. എന്താ അർത്ഥം? See you again. ഒക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കേൾപ്പിക്കാൻ മാത്രമാണ്. Entschuldigung. 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 Excuse me now. Entschuldigung. 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 അതൊക്കെ വരും. ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഒക്കെ എൻഡും ഷുൾഡും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ട് ഇത് വരും. That will come. Entschuldigung. 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 അടുത്ത വേർഡ് നോക്കണ്ട കേട്ടോ. ഞാൻ Entschuldigung എന്നുള്ള അത് നോക്കണ്ട. Choose. സാർ എനിക്കൊരു സജഷൻ ഉണ്ട്. All right. സാറേ ഈ ഒരു സിലബിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഓക്കെ പറയൂ. എൻഷൂൾഡിങ് ഇപ്പൊ സാർ പറഞ്ഞില്ലേ, അപ്പൊ അത് ഫസ്റ്റ് എങ്ങനെ പ്രൊനൗൺസ് ആയി സ്ലാഷ് ഇട്ടിട്ട് കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓക്കെ അതൊക്കെ വരും. ഇത് നിങ്ങളെ ഒരു സൗണ്ട്, ഇങ്ങനെ ഒരു സൗണ്ട് ജർമ്മനിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ ഇതൊന്ന് പറയിപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങളെ പഠിക്കാൻ വേണ്ടിയല്ല. പഠിക്കാനുള്ള നമ്മൾ
ശേഷം പറയും. ഞാൻ ജസ്റ്റ് ക്ലാസ് എൻഡ് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് എന്താവാണ് ഇതൊന്ന് കേൾപ്പിക്കാൻ മാത്രമാണ്. ഇത് നിങ്ങൾ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്തിട്ടേ ക്ലാസ്സിൽ നിന്ന് പോവുള്ളൂ. ഡോൺ വറി. ഇത് എല്ലാം A to Z പ്രൊനൗൺസ് ചെയ്ത് പഠിച്ചിട്ടേ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് പോവുള്ളൂ. ഇഫ് യു കോഓപ്പറേറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളത്. ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പല വേർഡ്സും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് until that is internalized in your blood. Okay, so don't worry. ഇത് ജസ്റ്റ് അതാണ് നിങ്ങളെ Entschuldigung അതൊക്കെ നമുക്ക് പഠിക്കും. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ. Entschuldigung എന്നുള്ള സംഗതി കേട്ടല്ലോ, അങ്ങനെ ഒരു സാധനം ഉണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും ഓക്കെ. പിന്നെ കണ്ടോ ചൗ എന്നാണ്. അത് ചൗ എന്നുള്ള ജർമ്മൻ ഇതാണ് കേട്ടോ, ആ ബ്രാക്കറ്റിൽ ഉള്ളതാണ്. അത് ബോറോഡ് ഫ്രം ഇറ്റാലിയൻ. യങ്സ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാം. ചൗ ചൗ പോകുമ്പോ ചൗ ചൗ എന്ന് പറയും. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഒന്നുകൂടെ ഹോയ്റ്റ് മോർഗൻ ഗെസ്റ്റൻ. ഹോയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോയ്റ്റ് ടുഡേ. യാ, മോർഗൻ നാളെ. tomorrow. Gestern yesterday. Heute morgen gestern. Heute ഒന്ന് പ്രൊനൗൺസ് ചെയ്യൂ. മോർഗൻ എന്നൊന്നും പറയണ്ട കേട്ടോ. മോർഗൻ ഒന്നും പറയണ്ട. മോർഗൻ എന്നുള്ളതൊന്നും പറയണ്ട. മോർഗൻ. ഗുഡൻ മോർഗൻ നമ്മൾ പറഞ്ഞില്ലേ, ഗുഡൻ മോർഗൻ. Gestern. That's all for today. 9:15 exactly നമ്മൾ നിർത്തും today as it is the first one, and I want your suggestions, and I'm ready to what should I say, I'm flexible for anything. എങ്ങനെ വേണമെങ്കിലും. ഇപ്പോൾ പറഞ്ഞില്ലേ, നല്ല സജഷൻ ആണ്. അതൊക്കെ വരും. എന്താന്ന് വെച്ചാൽ ഞാൻ ഈ സൗണ്ട് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊന്ന് പറയിപ്പിച്ചത്. ഗുഡൻ ടാഗ് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഓർമ്മിച്ചിരിക്കേണ്ട ഗുഡൻ ടാഗും ഗുഡൻ മോർഗനും ഗുഡൻ ആബൻഡും ഗുഡൻ നാക്റ്റും ഈ 4 കാര്യമാണ്. അതിപ്പോ ഞാൻ നിങ്ങൾ ഓർമ്മിക്കേണ്ടിയുള്ളൂ. ഗുഡൻ മോർഗൻ എന്താണ്? ഗുഡ് മോർണിംഗ്. ഗുഡൻ ടാഗ് ഗുഡ് ഡേ. നമുക്ക് ഏത് സമയത്തും പറയാൻ പറ്റിയതാണ് ഗുഡൻ ടാഗ്. ഗുഡൻ ആബൻ ഈവനിങ്. ഗുഡ് നാക്റ്റ് എന്നില്ലട്ടോ. ഗുഡ് നാക്റ്റ്. ഗുഡ് മോർഗൻ. ഗുഡൻ ടാഗ്. ഗുഡൻ ആബൻഡ്. ഗുഡ് നാക്റ്റ്. ഓക്കെ. ഇത് നിങ്ങൾ ഹോംവർക്ക് ഇപ്രാവശ്യം തരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ലേസി ആവരുത്. ഇത് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്തിട്ട് അത് ശരിക്കും എന്താന്നുള്ളത് എന്താവുക, നമ്മളുടെ ലാംഗ്വേജിലാണെങ്കിൽ ഏത് ലാംഗ്വേജിലാണെങ്കിലും കമ്പയർ ചെയ്തിട്ടോ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇന്റേണലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നോക്കട്ടോ. ഇതുവരെ ചെയ്ത് don't feel that you are free and come and go and that's the normal way. You will be having homeworks, not that much. അഭിജിത്ത് അങ്ങനെ ചോദിച്ചു. I can see some kind of worry in his question. എന്തായാലും അത്ര പേടിക്കൊന്നും വേണ്ട. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, സം homeworks. Don't worry about that. So Jafsa, are you there? Yes, sir, I am here. Okay. So സ്റ്റുഡൻസിനോട് ഫീഡ്ബാക്ക് ഉണ്ട്. ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് ഞാൻ 2-3 ആളുകളോട് ചോദിച്ചിട്ട് ഞാൻ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോ നല്ലൊരു സെഷൻ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇസാഖ് സാർ ഒരു ചെറിയൊരു പ്രയാസമുള്ളതെന്ന് വെച്ചാൽ ഒരു എമർജൻസി ആയിട്ട് സാറിന്റെ ഓഫീസിലേക്ക് ഹൈദരാബാദിലേക്ക് ഇന്നലെ പോകേണ്ടി വന്നു. ഇന്നലെ നമ്മളെ ഇനാഗുറേഷൻ സെഷൻ കഴിഞ്ഞതിന് ശേഷമാണ് സാറ് പിന്നെ ഹൈദരാബാദിലേക്ക് പോയത്. അപ്പൊ ഓൺ ദ വേ ആണ് സാർ. അവിടെ എത്തിയിട്ട് ഹൈദരാബാദ് എത്തിയതിനു ശേഷം ഇത്ര നമുക്ക് ഇന്നുണ്ടായിരുന്ന ആ ഒരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഉണ്ടാവില്ലായിരുന്നു. സത്യത്തിൽ ഞാൻ ഹൈദരാബാദ് എത്തിയിട്ടില്ല. ഞാൻ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഇത്രയും about 1000 kilometers I've been driving in morning. പക്ഷെ നമുക്ക് നിശ്ചയിച്ച ക്ലാസ് മിസ് ആവരുതല്ലോ എന്നുള്ള നിലക്കാണ് നമ്മൾ എന്ത് വെച്ചാൽ സാറിനോട് ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തത് ഇങ്ങനെ ഒരു സെഷൻ തന്നെ അറേഞ്ച് ചെയ്തത്. ഓക്കെ, സാറ് നാളെ എത്തുന്ന വെച്ചാൽ നാളെ വളരെയധികം കംഫർട്ട് ആയിരിക്കും, നല്ല സ്ട്രോങ് നെറ്റ്വർക്ക് ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഇസാഖ് സാർ. പിന്നെ ഇനിയുള്ളത് നമുക്ക് ജസ്റ്റ് 1-2 ഫീഡ്ബാക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും പറയാം എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏത് രൂപത്തിലാണ്? ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്. നമുക്ക് ഒരുപാട് we have miles to go before we sleep. മൈലുകൾ താണ്ടേണ്ടതുണ്ട്.
ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. നിങ്ങൾ ഞാനും വേണമെങ്കിൽ ലീവ് ചെയ്യാം. യു ക്യാൻ ജസ്റ്റ് ടോക്ക് ടു ഹിം ഇഫ് യു വാണ്ട്. സാക്സറോട് ഇരുന്നോളൂ. സാക്സർ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പറയാം എന്താണ് ഇന്നത്തെ ഒരു പ്രോഗ്രാമിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. എന്തെങ്കിലും നിങ്ങൾക്കൊരു ഇൻകംഫർട്ട്നെസ് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പറഞ്ഞോളൂ. ഇല്ല എങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യത്തെ 2-3 ദിവസമേ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുള്ളൂ. ദെൻ പിന്നെ നമ്മൾ ഫീഡ്ബാക്കിലേക്ക് നിന്നാൽ പിന്നെ നമ്മൾ നമ്മളെ എങ്ങനെയാണോ നമ്മൾ ഫിക്സ് ചെയ്ത് ആ രൂപത്തിൽ തന്നെ നമ്മൾ പോകും. നസീർ പറഞ്ഞോളൂ. ഓക്കെ, ആരെങ്കിലും ഒന്ന് പറഞ്ഞോളൂ. സാറിന്റെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. എന്തും പറയാം. അലി ഫാസിൽ പറഞ്ഞോളൂ. Hello sir, hi sir. Okay. Actually, it was really energetic today's lesson. Okay, നന്നായിട്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ടു ദ ജർമ്മൻ നന്നായിരുന്നു. കുറെ വേർഡ്സ് ഒന്ന് റാൻഡം മോഡിൽ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ഇനി അത് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്താൽ ഓക്കെ ബിക്കം അവർ ഹാബിറ്റ്സ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം സാറിന് നല്ല എനർജറ്റിക് ഒരു എന്താ പറയാ ലീഡിംഗ് ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. സോ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു അലി ഫാസിൽ. സാറ് ഇസാഖ് സാർ എന്ന് പറഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു യങ് ബോയ് ആണ്. ആള് ഇപ്പോഴും നമുക്ക് കണ്ടാൽ ഒരു സ്റ്റുഡന്റ് ആണ് എന്നുള്ള ഒരു ഇതേ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ ആള് എന്താ പറയാ അത്യാവശ്യം ഒരു എബോവ് 30 ഒക്കെ ഉള്ള ഒരാളാണ്. എബോവ് 30 എനിക്ക് തോന്നുന്നു 30-35 ഒക്കെ ആകാനായിട്ടുണ്ട്. എനിവേ വളരെ പാഷനേറ്റ് ഉള്ള ആളാണ്. വളരെ എനർജറ്റിക് ആണ്. ശരി, നെക്സ്റ്റ് വൺ. ഹലോ. പറഞ്ഞോളൂ അഭിജിത്ത്, പറഞ്ഞോളൂ. ഓക്കെ, ഹലോ. ക്ലാസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഫ്രീ ആയിരുന്നു. വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല എളുപ്പത്തിൽ മനസ്സിലാണ്ടായിരുന്നു. ഐ ആം വെരി മച്ച് കംഫർട്ടബിൾ. ഓക്കെ അഭിജിത്ത്. ഓക്കെ, താങ്ക് യു. ഹലോ. ഒരാൾ കൂടി അവസരം. സമയം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ആക്ച്വലി 2 മണിക്കൂർ പോയത് തന്നെ അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാല്. ഒരു സജഷൻ പറയാനുള്ള എന്താ വെച്ചാൽ നമ്മള് ഈ പറയുന്ന വേർഡ്സ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു. നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ സ്പ്ലിറ്റ് ചെയ്ത് ഒരു എന്താ പറയാ നമ്മള് സ്പ്ലിറ്റ് ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഉഷാറായിരുന്നു. അങ്ങനെ സജഷൻ. All right. That I will do, and I'm not going anywhere. I'm going to repeat that again and teach ചെയ്യാൻ പോകുന്നുള്ളൂ. It's just an introduction. നമ്മളെ സിലബസിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. നമ്മളെ കോഴ്സ് പുസ്തകത്തിലേക്കൊന്നും നമ്മൾ കടന്നിട്ടില്ല. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഭാഷയുടെ ഒരു ഘടന അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഗതികളാണ് ഇപ്പൊ നമ്മളുള്ളത്. ഓക്കെ, ശരി. താങ്ക് യു. നെക്സ്റ്റ് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് പറയാം. ആർക്കെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ പറയാം. Your negative comments also. ഓക്കെ, എല്ലാം പറയാം. പിന്നെ നമ്മൾ ഫീഡ്ബാക്കിന് അവസരം തരില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ളത് പിന്നെ നമ്മൾ സ്വീകരിക്കുന്നതല്ല. ഈ ഫസ്റ്റിൽ ഒരു വീക്കിൽ നമ്മളത് പരിഗണിക്കുകയുള്ളൂ. And you can contact me in person if you want some kind of change. Okay. നമ്മളെ ഫാക്കൽറ്റി അങ്ങനെയാണ്. എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴും ബന്ധപ്പെടാം. ലാംഗ്വേജിൽ ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും ഞങ്ങളെ ഫാക്കൽറ്റി ഏത് സമയത്ത് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ ഞങ്ങളുടെ ഫാക്കൽറ്റി നിങ്ങളെ കൂടെ ഉണ്ടാകും. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കാര്യമായിട്ട് ക്ലാസ് എടുക്കുമ്പോ ഓഡിബിൾ ആണ്, പക്ഷെ ചില സമയത്തൊട്ടും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഞാനത് സൂചിപ്പിച്ചല്ലോ. സാറിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂസിന്റെ കാരണം ഞാൻ സൂചിപ്പിച്ചു. സായിദ നാളെ ക്ലിയർ ആവും കേട്ടോ. ഇന്ന് ഒരു അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചതാണ്. അത് ഞങ്ങൾ എല്ലാവരും സിജി അതിന് എന്താ പറയാ ഒരു ക്ഷമ ചോദിക്കുകയാണ്. ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടായതിൽ. അങ്ങനെ ഞങ്ങൾ ഭാഗത്തുണ്ടാവില്ല എന്നുള്ള ഞങ്ങൾ എൻഷുർ ചെയ്യാം. ശരി, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു നാളെ നമുക്ക് 7:30 തന്നെ നമ്മൾ ഷാർപ്പ് 7:30 നമ്മൾ ക്ലാസ് തുടങ്ങും. ആ സമയത്ത് തന്നെ നിങ്ങൾ പിന്നെ സൂമിൽ എത്തണം. നിങ്ങൾ പ്രത്യേകമായിട്ടുള്ള നോട്ട് കീപ്പ് ചെയ്യണം, അറ്റൻഡൻസ് കീപ്പ് ചെയ്യണം. നാളെ നമ്മൾ ഒരു 15 മിനിറ്റ് ഒരു റീക്യാപ്പ് ചെയ്യും. എല്ലാ ദിവസവും ഒരു റീക്യാപ്പ് ഉണ്ടാകും. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ ഉപയോഗപ്പെടുത്തുക. ഇൻഡിവിജ്വൽ അറ്റൻഷൻ തന്നെ നമ്മൾ തരും. ഓരോ ആളുകളിലേക്ക് പേര് വിളിച്ചിട്ട് അലി ഫാസിൽ, മുഹമ്മദ് ഷഹിൽ, സാഹിദ ഓരോരും വിളിച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നിങ്ങളിലേക്ക് ലാംഗ്വേജ് എത്തിയിട്ടുണ്ടെന്നുള്ള കൃത്യമായിട്ട് നമ്മൾ അസസ് ചെയ്യും. നിങ്ങളിലേക്ക് കൃത്യമായിട്ട് ഞങ്ങൾ എത്തും. അതൊക്കെ ഞങ്ങൾ ഷുവർ നൽകുന്ന കാര്യമാണ്. ഏതായാലും നിങ്ങൾ എല്ലാവരും ഞങ്ങൾ കൂടെ ഉണ്ടാകണം. ഒറ്റ കാര്യമാണ് സൂചിപ്പിക്കുന്നത് അവസാനമായിട്ട്. ഒരു പർട്ടിക്കുലർ ടൈം ജർമ്മൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ 24 hours നിങ്ങൾ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ ഫിക്സ്ഡ് ആക്കുക. രാവിലെ 6 മണിയോ അല്ലെങ്കിൽ ഉച്ചക്ക് ഏതെങ്കിലും ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുക. ആ ഒരു സമയം നിങ്ങൾക്ക് പർട്ടിക്കുലർ ഈ ജർമ്മൻ പഠിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെ ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യണം.
അങ്ങനെ ആവുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ഒരാഴ്ച 2 ആഴ്ച ആകുമ്പോഴത്തേന് തന്നെ നിങ്ങൾക്ക് ട്രാക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകും. നമ്മളെ ബാക്കിയുള്ള ഞാൻ ഒരുപാട് ഫോറിൻ ലാംഗ്വേജ് നടത്തിയ എക്സ്പീരിയൻസ് എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ വേഗം ട്രാക്കിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കണം. അത് നമുക്ക് മനസ്സിലാവും ആര് ട്രാക്കിൽ കയറിയിട്ടുണ്ട്, ആര് ട്രാക്കിൽ കയറിയിട്ടില്ല. നിങ്ങളുടെ ഓരോ ദിവസത്തെ ഗ്രാഫ് നമ്മളിവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ വേഗത്തിൽ തന്നെ ട്രാക്കിൽ കയറാൻ വേണ്ടി ഒരു ശ്രമം നടത്തണം. അപ്പൊ നിങ്ങൾ ഇപ്പൊ സെൽഫ് സ്റ്റഡി നന്നായിട്ട് നടത്തണം. അപ്പോ ഞാൻ പറയാനുള്ളത് പ്രത്യേക ടൈം നിങ്ങൾ ഇനിയിപ്പോ ഇന്ന് ക്ലാസ് അവസാനിപ്പിച്ചു, നാളെ ഞായറാകുമ്പോൾ സമയത്തിന്റെ കയറുണ്ട്. ഇന്നത്തെ വർക്കുകൾ മൊത്തം ഒന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ടൈം നിങ്ങൾ മാറ്റി വെക്കുക. ഇപ്പൊ എനിക്കറിയാം, ഞങ്ങൾ കഴിഞ്ഞ ജർമ്മൻ ബാച്ചിലൊക്കെ 2-3 മണിക്കൂർ അതിന് സ്പെസിഫൈ ചെയ്തിട്ട് നീക്കി വെച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ചോദിക്കും, സഹലിന്റെ സമയം എപ്പോഴാണ്, ഏത് സമയമാണ് ജർമ്മൻ സമയത്തിന് പഠിക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റി വെച്ച സമയം ഞാൻ ചോദിക്കും. അപ്പൊ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കും ഇതുവരെ മുമ്പ് ഫിക്സ് ചെയ്തിട്ടില്ല എന്നല്ല. അപ്പൊ ടൈം നിങ്ങൾ പർട്ടിക്കുലർ ടൈം, അത് ഹാഫ് ആൻ അവർ ആണെങ്കിൽ ഹാഫ് ആൻ അവർ അത് പങ്ക്ച്വലായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ ട്രാക്കിൽ കയറാൻ പറ്റും. ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. അപ്പൊ ട്രാക്കിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു അതീവ ജാഗ്രത നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. എനിവേ, ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താൻ, പ്രത്യേകിച്ച് നമ്മുടെ മെന്റർ ഫാക്കൽറ്റി ആയിട്ടുള്ള ഐസാക് സാറിന് 1000 നന്ദികൾ പ്രകാശിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. സീ യു ടുമോറോ. Thank you. Cheers.